automated live tuition. Hello there. Good evening, good evening, good evening. Yes. So, കുറേ പേര് ടീച്ചർക്ക് വേണ്ടി കുറേ നേരമായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കാന്ന് ഞാൻ അറിഞ്ഞു. അതുകൊണ്ട് ഓടിച്ചാടി കിതച്ച് വന്നതാണ് ഞാനിവിടെ. അല്ലേ? To see you all. Yes. Yes. Good evening, good evening. ഒരുപാട് പേര്. Okay, I'm seeing your comments. Nia, yes. I know that you're sick. Okay. Okay, fine. Yes. Good. So, a very good evening to everyone. Yes, my dear students, please bring a smile to your face. Please always bring a smile to your face. And please turn on your cameras and put them on last clip mode so that I can see your faces every day. Alle? Yes, yes. എല്ലാവരും ചിരിച്ച് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു സ്മൈൽ എന്നിരുന്നേ. എപ്പോഴും ഞാൻ ഡെയിലി ക്ലാസ്സിൽ വെച്ച് ചോദിക്കണം, അതിന്റെ ആവശ്യമില്ല എന്നാണ് തോന്നുന്നത്. ഞാൻ എപ്പോഴും നിങ്ങളെ ചിരിച്ചുകൊണ്ട് സല്യൂട്ട് ചെയ്യുന്നില്ലേ? സോ യെസ് യെസ് ഓക്കെ. ഗുഡ് ഈവനിങ്, ഗുഡ് ഈവനിങ്. സോ ഹൗ വാസ് യുവർ വീക്കെൻഡ്? ഹൗ വാസ് വിഷു? വിഷു ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാവർക്കും നന്നായിരുന്നോ? കണിയൊക്കെ കണ്ട് കൈനീട്ടം കിട്ടിയോ? എല്ലാവർക്കും നല്ല കൈനീട്ടം. യെസ്. എത്ര പേരൊന്ന് ബിഗ് എമൗണ്ട് കിട്ടിയവരൊക്കെ ഒന്ന് കമന്റ് ചെയ്തേ. എത്ര പേർക്ക് ഒരു ഐ ഗോട്ട് ദിസ് മച്ച് എമൗണ്ട് ഓഫ് കൈനീട്ടം എന്ന് പറയുന്നവരൊക്കെ ഒന്ന് കമന്റ് ബോക്സിൽ ഇട്ടേ നോക്കട്ടെ. വിഷു എങ്ങനെ ഉണ്ടായിരുന്നല്ലോ, അടിച്ച് പൊളിച്ചോ എന്നൊക്കെ അറിയണല്ലോ അല്ലേ? യെസ്, ഐ എം ഫൈൻ നെവൻ. യെസ് യെസ്. വെൻ ടു കൊടൈക്കനാൽ ഓൺ വിഷു. മൈ ഗുഡ്നസ്. So we had a vacation, right? Yes, very good. Very good, very good. Oh my goodness. Sagarika got 1541 as sky data. അതിനേക്കാളും അതുക്കും മേലെ ആർക്ക്? അങ്ങനെ ചോദിക്കണല്ലോ അല്ലേ? ആർക്ക് കിട്ടി? യെസ്, 200 is not bad. Okay, never bad, Nia. Yes. Okay, ഇനി അതിന് മേലെ ആരും പോയിട്ടില്ലേ? അതിന് മേലെ ആരും കിട്ടിയിട്ടില്ലേ? Why? Went to Tirunelveli? Yes, Alan, good. Jaslyn, yes. Rajeshwariക്ക് 1500 കിട്ടിയിട്ടുണ്ട്. Okay, nearly close, right? Yes, 2000. Gautam is scoring with 2000 rupees. Wow. Yes. ഇനി ആരുണ്ട് ഗൗതമിനെ ബീറ്റ് ചെയ്യാൻ? ഇവിടെ ആരുണ്ട്? 5500. Rishikesh, oh my goodness, is leading with 5500. Bravo. 5000. ഗോൾഡ് കോയിൻ കിട്ടിയിട്ട് ഗൗതം വീണ്ടും സ്കോർ ചെയ്തിരിക്കുകയാണ്. Such a precious moment, അല്ലേ? No money Anna, then you got so much of love, right? അല്ലേ? ഒരുപാട് ലവ് കിട്ടിയെന്ന് വിചാരിക്കുന്നു. Yes. Oh yes, okay Nia, okay fine. Okay. എല്ലാ മൊമെന്റ്സും നമുക്ക് എപ്പോഴും ചിയർഫുൾ ആക്കാൻ പറ്റണം കേട്ടോ. അതായത് മണിയിലൊന്നും അല്ല പ്രത്യേകിച്ച് കാര്യം. ഞാൻ ജസ്റ്റ് നിങ്ങളൊന്ന് ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. Yes, okay. This is the first time that you got 2500, Lakshmi. Very good. Okay. എനിക്ക് എത്രക്കൊന്നും കിട്ടിയൊന്നുമില്ല. ഞാൻ നിങ്ങൾക്ക് എത്ര കിട്ടിയെന്ന് അറിഞ്ഞ് സന്തോഷം കൈവരിക്കുന്ന ഒരു ടീച്ചറാണ് അല്ലേ? അതാണ് സന്തോഷം. Okay? Yes, went to okay. I guess so many of you have been to many of the beautiful vacation sports here there in Kerala, I think. Okay, so you had a great time, right? Had a great time, I guess. So we couldn't, didn't Gautam yet. You got a gold coin. Okay, fine. So എപ്പോഴും ക്യാമറ ഓൺ ആക്കാതെ ഇരിക്കുന്നതിന്റെ dear students, please turn on your cameras, okay? എല്ലാവരും ക്യാമറ ഓൺ ആക്കിയിട്ട് തന്നെ ക്ലാസ്സിൽ ഇരിക്കാൻ. I need to see your faces, okay? So that I can teach you. Shaurya, Bia, teacher Muhammad. Yes. ഇവിടെ നമ്മളുടെ സ്റ്റെഫി ടീച്ചർ ഇരിക്കുന്നുണ്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, നിങ്ങൾക്ക് ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടി, നിങ്ങളുടെ ഡൗട്ട്സ് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി ഇവിടെ സ്റ്റെഫി ടീച്ചർ ഇരിക്കുന്നുണ്ട്. ഓക്കെ, സോ ഐ ഗെസ് ദാറ്റ്സ് ഇറ്റ്. യെസ്, ഓക്കെ ഫൈൻ. സോ നമുക്ക് എന്താ ഇന്നത്തെ ഡെയിലി ക്ലാസ് തന്നെ ഒരു പ്രെയർ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം അല്ലെ? ആസ് യൂഷ്വൽ നമ്മുടെ പ്രെയർ സെഷനുമായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. പ്ലീസ് സ്റ്റാൻഡ് അപ്പ്. ഓക്കെ, then please stand up and just have a silent prayer for a minute. Okay? Yes, there it is. സോ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള എല്ലാ ഹാപ്പി മൊമെന്റ്സിനും എല്ലാ ബ്യൂട്ടിഫുൾ ഡേയ്സിനും വേണ്ടി ഈ യൂണിവേഴ്സിനെയും എല്ലാവരെയും താങ്ക് ചെയ്യുക. എപ്പോഴും പറയുന്ന പോലെ പാരന്റ്സിനോട് നന്ദി പറയുക. നിങ്ങളുടെ ചുറ്റുമുള്ള ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നതിനോട് ഈ എർത്തിനോടും യൂണിവേഴ്സിനോടും എല്ലാവരോടും താങ്ക്സ് പറയാം. ഓക്കെ? യെസ് ഓക്കെ. സോ ദിയ is there to sing a prayer, right? Yes, Diya. Please raise your hand, Diya. Okay, please be standing, children. Diya is there to sing us a prayer song. Right? Yes, Diya. Yes, please. Ma'am, please. Yes. അപ്പോൾ എല്ലാവരും സൈലന്റ് ആയിട്ട് ഇരിക്കുക കേട്ടോ. നമ്മുടെ ദിയ ഒരു പ്രേയർ സോങ് ആയിട്ടുണ്ട്. God will make up
there seems to be no way. He works in ways we cannot see. He will make a way for me. He'll be my guide. Hold me closely to his hand. With love and strength for each today. He will make a way. He will make a way. Thank you, Dia. Yes, my dear children, please be seated. Okay? Yes, thank you, Dia. അല്ലേ നല്ല റിഫ്രഷിംഗ് ആയില്ലേ നമുക്ക് എല്ലാവർക്കും അല്ലേ താങ്ക് യു എല്ലാവരും തേക്കു എൻ്റെ ഒരു താങ്ക്സ് ഒക്കെ കമന്റ് ബോക്സിൽ ഇട്ടേ യെസ് ദാറ്റ് വാസ് ബ്യൂട്ടിഫുൾ അല്ലേ നല്ലൊരു ഈവനിങ് വളരെ ബ്യൂട്ടിഫുൾ ആക്കി തന്നതിന് യെസ് യെസ് ഓക്കെ യെസ് സോ മെനി ആർ കമന്റിംഗ് താങ്ക് യു ആൻഡ് ഹാർട്ട് സെൻഡിങ് ദ ഹാർട്ട്സ് ടു ദിയ ഓക്കെ യെസ് ദിയ ഓക്കെ യെസ് താങ്ക് യു യെസ് യെസ് ഓക്കെ ഗുഡ് ഓക്കെ സോ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഫ്രഷ് ചാപ്റ്റർ ആണ് നമ്മളുടെ ചാപ്റ്റർ 1 നമ്മൾ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ചെയ്തല്ലോ നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു യെസ് ഓക്കെ ഡിയ യെസ് ഹന യെസ് ഓക്കെ ഫൈൻ നമ്മളുടെ കഴിഞ്ഞ ക്ലാസ് നമ്മൾ ഏത് ചാപ്റ്റർ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നേ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ അതിനെ പറ്റിയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴും കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യാം അതർവൈസ് വിൽ മൂവ് ഓൺ ടു സെക്കൻഡ് ചാപ്റ്റർ വിച്ച് ഇസ് നെൽസൺ മണ്ടേല റൈറ്റ് സോ വി ഹാവ് ലൈക്ക് ഇൻ ഡീറ്റെയിൽ ഡിസ്കസ് ദ ഫസ്റ്റ് ചാപ്റ്റർ ഇൻക്ലൂഡിംഗ് ദി ലെറ്റർ ടു ഗോഡ് ഫയർ ആൻഡ് ഐസ് ആൻഡ് ടെസ്റ്റേഴ്സ് നോ ഇസ് ദാറ്റ് സോ അല്ലേ എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു അല്ലേ എല്ലാവർക്കും ക്ലിയർ ആണ് യെസ് ഓക്കെ യെസ് അലക്സ് യു ക്യാൻ സിംഗ് എ പ്രയർ സോങ് ഇൻ ദി നെക്സ്റ്റ് ക്ലാസ് ഓക്കെ യെസ് okay so for today's class we are going to get introduced with Nelson Mandela who is the author of this autobiography Long Walk to Freedom as well as we'll get introduced with a particular concept related to this chapter which is apartheid and will be moving into detail to the chapter okay so ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു നമ്മൾ ആദ്യം തന്നെ ഈ ചാപ്റ്ററിന്റെ നെൽസൺ മണ്ടേലയെ പറ്റിയുള്ള ഇൻട്രൊഡക്ഷൻ കിടക്കുകയാണ് ഇൻട്രൊഡക്ഷന് ശേഷം നമുക്ക് അപ്പാർത്തൈഡ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ടല്ലേ സോ വാട്ട് ഈസ് അപ്പാർത്തൈഡ് ആൻഡ് ഹൗ ഇസ് ഇറ്റ് റിലേറ്റഡ് ഓർ ഹൗ വാസ് ഇറ്റ് ഇംപ്ലിമെന്റഡ് ഇൻ സൗത്ത് ആഫ്രിക്ക ആൻഡ് വാട്ട് വാസ് ദി ആഫ്റ്റർ എഫക്ട്സ് ഓഫ് ഇറ്റ് അതിനെല്ലാത്തിനെയും റിലേറ്റ് ചെയ്തിട്ട് എങ്ങനെയാണ് ഈ ഒരു ചാപ്റ്റർ പോകുന്നത് അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഓക്കെ ക്ലിയർ സോ ടെക്സ്റ്റ് ബുക്ക് എല്ലാവരും ഓപ്പൺ ചെയ്ത് വെച്ച് ടേക്ക് ഔട്ട് യു ടെക്സ്റ്റ് ബുക്സ് എവരിവൺ യെസ് എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് ഒക്കെ വേഗം തുറന്ന് വെച്ച് ഹൈലൈറ്റർ എടുത്ത് വെക്കുക highlighter വേണം പെൻ വേണം ഓക്കെ യെസ് highlighter or pen whichever it be ഓക്കെ ഇപ്പോഴും ടെക്സ്റ്റ് ബുക്ക് ഇല്ലാത്ത ആരൊക്കെ ക്ലാസ്സിലിട്ട് ഒന്ന് ഹാൻഡ് റൈസ് ചെയ്തേ ടെക്സ്റ്റ് ബുക്ക് ഇല്ലാത്ത എൻ്റെ പൊന്നു മക്കൾ എത്ര പേര് ക്ലാസ്സിലുണ്ട് ഒന്ന് ഹാൻഡ് റൈസ് ചെയ്തേ ബി ഓണസ്റ്റ് raise your hand if you do not have a textbook Two of them, ma'am. who are they let me see Gautam, Adin, Gayatri. yes would you please unmute them ma'am one by one yes Gautam why don't you have a textbook with you what Didn't got the didn't get the textbook so I think I did remind you in the last class that if you do not have a textbook you need to have a hard copy of the soft whatever hard copy of the PDF you have the PDF and then that's fine that's totally fine okay take out your highlighter or your pen okay yes Adin yes where is your textbook This is from the school. what didn't get from the school കിട്ടിയിട്ടില്ല സോ where is your hard copy or photostat എന്തെങ്കിലും PDF പോരല്ലോ നമുക്ക് ഹാർഡ് കോപ്പി വേണമല്ലോ കയ്യില് ഞാനത് ഫസ്റ്റ് ക്ലാസ് മുതൽ പറഞ്ഞു തുടങ്ങിയതല്ലേ okay if you do not have your hard copy in the next class you will be removed okay from the class I guess I made it clear okay Never. so you should bring your hard copy or your textbook in the next class yes Adin Nevin, okay Nevin can you unmute please? yes Nevin And the school didn't have stock. your school hasn't yet started No, school didn't have the book. Stock. oh no stock so I think you should be having your hard copy with you PDF. since not the PDF Nevin
Okay, that same rule applies to Nevin also. If you do not, if you won't be having your textbook or hard copy in the next class, I guess you will be removed. Okay? Yes, Nevin? Clear? Clear? Yes. Okay. I hope it's clear for everyone then. So, okay, first of all, let me see who else are Arthur Carrier, Nelson Mandela. Who is Nelson Mandela? Arthur Carrier on the comment box. Please comment your thoughts on who was Nelson Mandela and what was his achievements. Who is ready? Yes, let me see the comments, ma'am. Yes. The first black Yes, president. yes, freedom fighter of Africa like Gandhiji, yes. First black president, yes, Devananda, yes, Devananda, yes. First black president against apartheid, yes, that's a good point, valid point, yes, Gautam. Man who fought against apartheid, yes, the president of South Africa, the first president of South Africa, isn't that so? Yes, was an African freedom fighter. Yes, നിങ്ങൾക്ക് ഇതൊക്കെ അത്യാവശ്യമുണ്ടെങ്കിൽ നോട്ട് ഡൗൺ ചെയ്ത് വെക്കാം, okay? Because അതിന്റെ ആവശ്യമുള്ള ടെക്സ്റ്റ് ബുക്കിൽ ഓൾറെഡി ഉണ്ട്, സോ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചാൽ മതിയാവും. He is African Gandhi, yes, Sadhin. He is African Gandhi, yes, that's it, yes. Atralla. President of African National Congress, yes, you got the point, yes, Nevin. He was the president of African National Congress and the first president of Africa, yes. Kainyo, comments are kainyo. First black president in South Africa, yes, the similar comments, none other than this. In his family, Nelson Mandela was the first to receive education. Yes, Nevin, where did you get the comment from? Where did you get it from? Nevin? Nevin Matthews, ma'am. Yes. Where did you get the comment from? I had read some facts about them. Nelson Mandela? From where? I had read some facts about them. From where, dear? From my book. From my book. Which book? If you do not have a textbook, then which book? Magazine. Magazine. Which magazine? Tell me what. Tell me why. Tell me what. Yeah, you told tell me more, right? And I corrected it as tell me why. Very good. If you do have the habit of reading tell me why or digests and everything, that's good. Okay? Yes, keep on doing it. Yes, President of South Africa from 1994 to 1995. Yes, he's the man who helped blacks to gain their freedom for whites. What? Gain their freedom from whites, right? Yes, Gautam. I do read Tell Me Why. Yes, Sagarika, that's a good habit. Tell Me Why ഒക്കെ ഉണ്ടല്ലോ, നല്ല ബുക്സ് ആണല്ലേ, നല്ല ഒരു ജനറൽ നോളേജ് നമുക്ക് ഒരുപാട് തരുന്ന ഒരു supplementary books ഒക്കെയാണ്. So please do read such kinds of book, okay? That will improve your general knowledge regarding the world as well as everything around you. Okay? Yes. If you are not familiar with it, yes, do check it. Okay? Yes, so I guess നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരുന്നു അല്ലേ? എല്ലാവർക്കും നമുക്ക് നെൽസൺ മണ്ടേല ആരാണ്, who was Nelson Mandela and what did he do എന്നുള്ളൊരു കാര്യം എല്ലാവർക്കും അറിയാം. And yes, when did he pass away? എപ്പോഴാണ് മരിച്ചത് നമ്മൾ നെൽസൺ മണ്ടേല? എപ്പോഴായിരുന്നു? Yes, Nia is coming like 2013 or 2012. Yeah, എപ്പോഴാണോ ഡേറ്റ് മാമിന് കൺഫേം ചെയ്യാം. ഓക്കെ, യെസ്, ഓക്കെ, കുഴപ്പമില്ല, നമുക്ക് നോക്കാം അല്ലെ. സൗത്ത് ആഫ്രിക്ക എന്ന് പറയുന്ന ഒരു കൺട്രി അല്ലെങ്കിൽ ആ ആഫ്രിക്കൻ കോണ്ടിനെന്റിൽ സൗത്ത് ആഫ്രിക്കയെ എങ്ങനെയാണ് മോൾഡ് ചെയ്ത് കൊണ്ടുവന്നേ നമ്മളുടെ നെൽസൺ മണ്ടേല എന്നുള്ളൊരു കാര്യം നമുക്ക് നോക്കാം. ഓക്കെ, സോ വാട്ട് ഡു യു നോ അബൌട്ട് ആഫ്രിക്ക ഓർ സൗത്ത് ആഫ്രിക്ക? മേ ബി ഹു ഇസ് റെഡി? What do you know about South Africa or Africa in general? You can say. Ma'am, shall we ask to someone? Yes, we can ask someone since there will be many comments. Yes, Vasudev. Yes, Vasudev. Can you unmute? Vasudev, please, what do you know about the African continent or ഞാൻ ഇപ്പൊ പെട്ടെന്ന് ആഫ്രിക്ക എന്ന് പറയുമ്പോൾ what comes to your mind? Black peoples. Is that a correct way to say it? No. First of all, it's black people, okay? Yes. Okay, so other than the black community, what do you know about Africa? Or historically speaking, എന്താണ് അറിയാവുന്നത് സൗത്ത് ആഫ്രിക്ക അല്ലെങ്കിൽ ആഫ്രിക്ക itself? എന്താ അറിയാവുന്നേ?
continent. Yeah. Yes, it's a continent, but what do you know about the African people? It's a They are very hot poor. region. Yes, They are poor people. they are People. poor. They are I poor know people. they are poor. But have you heard about slavery? Slavery, the slavery system. Yes. No, you haven't? Um, Yes, Dia is coming like the picture of this poor boy with a vulture near it. ആ ഒരു ഇമേജ് ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഓക്കെ സ്ലേവറി സിസ്റ്റം കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലെ അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയായിരുന്നു നമുക്ക് നോക്കാം ഓക്കെ ഫൈൻ യെസ് ഫസ്റ്റ് ദേവ് ഓക്കെ സോ ടെക്സ്റ്റ് ബുക്ക് നോട്ട്ബുക്ക് എടുത്ത് വെക്കുക നമ്മള് നെൽസൺ മണ്ടേല എന്താണ് അപ്പാർത്തീഡ് എന്താണെന്നൊക്കെ ആദ്യം നോക്കാൻ പോകണം കേട്ടോ ചാപ്റ്ററിലോട്ട് കടക്കുന്നതിന് മുന്നേ നമുക്ക് ഈ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം വാട്ട് ഇസ് അപ്പാർത്തീഡ് ഓക്കെ ആൻഡ് വാട്ട് ഷുഡ് വി നോ അബൌട്ട് നെൽസൺ മണ്ടേല എന്നുള്ള ഒരു കാര്യമൊക്കെയാണ് നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്നത് ഓക്കെ ക്ലിയർ പ്ലീസ് ടേക്ക് ഔട്ട് യുവർ നോട്ട്ബുക്സ് ആസ് വെൽ ആസ് യുവർ പെൻ അലോങ് വിത്ത് ഇറ്റ് ഓക്കെ യെസ് നമുക്ക് നോക്കാം അല്ലെ വാട്ട് ഈസ് അപ്പാർത്തീഡ് ഫസ്റ്റ് ഓഫ് ഓൾ വാട്ട് ഈസ് അപ്പാർത്തീഡ് അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ചെറിയൊരു സിമ്പിൾ ഡെഫിനേഷൻ ഇവിടെ തന്നിട്ടുണ്ട് ഓക്കെ ഒരു വളരെ സിമ്പിൾ ആയിട്ട് ഡെഫിനേഷൻ ഇവിടെ തന്നിട്ടുണ്ട് നമുക്ക് നോക്കി നോക്കാം അല്ലെ അപ്പാർത്തീഡ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും വാട്ട് ഈസ് ഇറ്റ് Apartheid is a political system. Okay, first of all, it's a political system that separates people according to their race. Okay, that separated people according to their race. That is what is known as apartheid. Okay, so simply we can put it into a sentence that apartheid is a political system that separates people according to their race. Okay, അവരുടെ race അല്ലെ വംശം വിചാരിച്ച് വംശം എന്ന് വെച്ചാൽ അവരുടെ ഹെറിഡിറ്ററി ആയിട്ടുള്ള ആ ഒരു കണക്ഷൻസ് റൂട്ട്സ് ഒക്കെ നോക്കിയിട്ട് ആ ഒരു വംശം അല്ലെ അങ്ങനെ അവരെ സെപ്പറേറ്റ് ചെയ്യാം ഓക്കെ അക്കോർഡിംഗ് ടു ദെയർ റേസ് അങ്ങനെ സെപ്പറേറ്റ് ചെയ്ത ഒരു പൊളിറ്റിക്കൽ സിസ്റ്റം ആണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ഈ അപ്പാർത്തൈഡ് എന്ന് പറയുന്നത് ഓക്കെ ക്ലിയർ ആൻഡ് വാട്ട് യു നോ അബൌട്ട് അപ്പാർത്തൈഡ് ഇൻ ജനറൽ ലൈക്ക് എന്താണ് ആ ഒരു സെഗ്രിഗേഷൻ എന്നൊക്കെ പറയുമ്പോൾ എന്താണ് നിങ്ങളുടെ മനസ്സിൽ ആദ്യം ഓടി വരുന്നത് ആർക്കറിയാം ആർക്ക് പറഞ്ഞു കൊടുക്കാം ഈ ഒരു ക്ലാസ്സിന് വേണ്ടിയിട്ട് Aben Joe Thomas, can you unmute? Is Aben? Yes. Yes, Aben. എന്താ അപ്പാർത്തൈഡ് എന്ന് പറയുമ്പോൾ എന്താ ആദ്യം തലയിലോട്ട് കയറുന്നത് എന്താ Okay. എന്തോ People, എന്താണ് ആൾക്കാരെ വേർതിരിച്ച് കാണും. ആൾക്കാരെ വേർതിരിക്കൽ തന്നെയാണ് ഞാൻ ഇംഗ്ലീഷിൽ ഇവിടെ എഴുതിയിട്ടുള്ളത് ദാറ്റ് സെഗ്രിഗേഷൻ ഓഫ് പീപ്പിൾ അക്കോർഡിംഗ് ടു ദെയർ റേസ് സോ അതർ ദാൻ ദിസ് എന്തൊക്കെ ഓർമ്മ വരും നമുക്ക് അപ്പാർത്തൈഡ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ലൈക്ക് ആ ഒരു സെഗ്രിഗേഷൻ കുറച്ചുകൂടെ നമുക്ക് ഓപ്പൺ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് റേഷ്യൽ സെഗ്രിഗേഷൻ അല്ലെ റേഷ്യൽ സെഗ്രിഗേഷൻ എന്ന് പറയാം ഓക്കെ ഇത് പറയുമ്പോൾ എന്താ ഓർമ്മ വരുന്നേ റേഷ്യൽ സെഗ്രിഗേഷൻ എന്ന് കേൾക്കുമ്പോൾ എന്താണ് നമുക്കറിയാം എന്താണ് ഓർമ്മ വരുന്നത് എന്തായിരിക്കാം ഒന്ന് ആലോചിച്ച് ഏബൻ ഒന്ന് ആലോചിച്ച് നോക്കിയേ എന്തെങ്കിലും കിട്ടുന്നുണ്ടോ ഇല്ല ഓക്കെ ഓക്കെ ഫൈൻ ഓക്കെ നമുക്ക് ചോദിക്കാം ആരോട് ചോദിക്കണം മാം പ്ലീസ് അൺമ്യൂട്ട് സംവൺ Sanjay. വേറെ സഞ്ജയ് സഞ്ജയ് യെസ് സഞ്ജയ് ഉണ്ട് സഞ്ജയ് മോനെ സഞ്ജയ് യെസ് ഒന്ന് പറഞ്ഞേ അപ്പാർത്തൈഡ് അല്ലെങ്കിൽ റേഷ്യൽ സെഗ്രിഗേഷൻ അതിനെ പറ്റി എന്താ അറിയാം Sanjay, can you unmute? Yes, ma'am. Yes, you just joined, Sanjay. Sanjay, that's a direct question to you. What do you know about apartheid or the racial segregation? Yes, ഇവിടെ ഒരുപാട് പേര് കമന്റ് ചെയ്യുന്നുണ്ട് നമുക്ക് അതൊക്കെ അറിയണം അല്ലെ സഞ്ജയ് മാം ഒന്ന് പ്ലീസ് അൺമ്യൂട്ട് ചെയ്യാവോ Sanjay, can you unmute? Just Yes. click on the mic button. സഞ്ജയ് ജോയിൻ ചെയ്തില്ല ഒരു സമയം എടുക്കും. okay yes fine so ma'am would you please unmute someone who has raised their hand Josukutti. yes ജോസ് കുട്ടി ഒന്ന് പറഞ്ഞേ Apartheid means that when the whites came to rule Africa, they introduced apartheid, which means that the whites and blacks are separated. They cannot use what whites have used, like theaters have been separated for the whites and blacks, and buses, schools, etc. yes that is it simply പറയുകയാണെങ്കിൽ അത്രയേ ഉള്ളൂ
ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആ ഒരു സെഗ്രിഗേഷൻ ആണ് ഈ റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ ആയ അപ്പാർത്തൈഡ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ഇത് ഇംപ്ലിമെന്റ് ചെയ്തത് ആരായിരിക്കും അവിടെ? ആഫ്രിക്കയിലെ ഈ ഒരു അപ്പാർത്തൈഡ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇംപ്ലിമെന്റ് ചെയ്തിട്ട് അത് വെച്ച് റൂൾ ചെയ്തത് ആരായിരിക്കണം? യെസ്, ഓഫ് കോഴ്സ് ദി വൈറ്റ് പീപ്പിൾ, റൈറ്റ്? ദി യൂറോപ്യൻസ്, എസ്പെഷ്യലി ദി ബ്രിട്ടീഷ്, റൈറ്റ്? യെസ്, ദി Europeans, including the Portuguese, the French, the British and everyone else. Okay, ഇവരെല്ലാവരും അവരുടെ ഒരു സപ്രഷൻ കാണിക്കാൻ വേണ്ടി ആ ഒരു റൂൾ ഇൻ പൊളിറ്റിക്സ് അവർ കൊണ്ടുവന്നതാണ് ഈ അപ്പാർത്തൈഡ് എന്ന് പറയുന്നത്. സോ ജനറലി നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇവിടെ ആണെങ്കിലും കേരളത്തിൽ നമ്മുടെ അയിത്തം ഒക്കെ ഉണ്ടായിരുന്നില്ലേ? സോ അയിത്തം പോലെ തന്നെ ആ ഒരു ഇവിടെ കാസ്റ്റ് ബേസിസിലാണെങ്കിൽ അവിടെ റേസ് ആയിരുന്നു ഡിഫറൻസ്. ഓക്കെ, അത്രയേ ഉള്ളൂ പറയുകയാണെങ്കിൽ. കുറച്ചുകൂടെ നോക്കുകയാണെങ്കിൽ ലൈക്ക് അവരൊരു പൊളിറ്റിക്കലി ഇന്റർഫറൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. അതിന്റെ പേരിൽ കുറെ ലോസ് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അവർക്ക് പാലിക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു അപ്പാർത്തൈഡ് എന്ന് പറയുന്ന സമയത്ത്, അല്ലെ? ബ്ലാക്സ് ആഫ്രിക്കയിൽ നോക്കുന്ന സമയത്ത് ബ്ലാക്ക് ആണ് അവരുടെ മേജർ പോപ്പുലേഷൻ, അല്ലെ? ഒരു മെജോറിറ്റി ആയിട്ടുണ്ടായിരുന്ന ആൾക്കാരും ബ്ലാക്സ് ആയിരുന്നു. സ്റ്റിൽ they were forced to follow these rules made up by the white minority. Okay, yes, okay, clear അല്ലേ? നമുക്കൊരു ചെറിയൊരു ലൈക്ക് വളരെ കുറച്ച് ഒരു ഇമേജസ് നമ്മുടെ ഒരു അപ്പാർത്തൈഡിനെ പറ്റിയിട്ട് യെസ് സർ, അപ്പാർത്തൈഡിനെ പറ്റിയിട്ട് വളരെ കുറച്ചായിട്ടുള്ള ഒരു പിക്ചറൈസേഷൻ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഇമേജസ് നോക്കിയാലോ എന്ന്, അല്ലെ? നമുക്ക് നോക്കി നോക്കാം എന്തൊക്കെയായിരുന്നു ആ ഒരു സമയത്ത് ഈ ഒരു സെഗ്രിഗേഷൻ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്ന ബ്ലാക്സിനെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നത്, അല്ലെ? യെസ് സർ, അല്ലെ? നമുക്കിവിടെ കാണാൻ പറ്റും, അല്ലെ? ഒരുപാട് ആൾക്കാർ വളരെ പോർ ആയിട്ടായിരുന്നു അവരോട്. യെസ് സർ, വുഡ് യു പ്ലീസ് പോസ്റ്റ് ദെയർ? ഇവിടെ കണ്ടോ, നമ്മളുടെ ഇവിടെ ആയിരുന്നെങ്കിൽ പോലും നമ്മുടെ ഈ ഒരു ബ്ലാക്ക് കമ്മ്യൂണിറ്റിക്ക് ആണെങ്കിലും വളരെ വലിയ രീതിയിൽ ഒരു സെഗ്രിഗേഷൻ ഫേസ് ചെയ്ത് വന്നിട്ടുണ്ട്, അല്ലെ? ഇവിടെ ഒരു വൈറ്റ്സിനെ അവർ ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്നത് പോലും ആരാണ്? ഈ ആഫ്രിക്കയിൽ ഉണ്ടായിരുന്ന ബ്ലാക്ക് പീപ്പിൾ ആണ്, റൈറ്റ്? യെസ്, യെസ്. ഇവിടെ നോക്കുകയാണെങ്കിൽ അവർ ഒരുപാട് സമയം പ്രൊട്ടസ്റ്റ് ചെയ്തിട്ടില്ല. നമ്മൾ ഒരു 20th സെഞ്ചുറിയുടെ തുടക്കത്തിൽ, അതായത് 90s ലൈക്ക് 1910s 1920s ആ ഒരു സമയത്താണ് ഇവരുടെ പ്രൊട്ടസ്റ്റ് പുറത്തു കൊണ്ടുവരാൻ കഴിഞ്ഞത്. ലൈക്ക് ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് വന്ന സമയത്താണ് അവർക്ക് ആ ഒരു പ്രൊട്ടസ്റ്റ് വേണം എന്നുള്ള ഒരു തോന്നൽ വന്നു തുടങ്ങുന്നത്, അല്ലെ? വി സ്റ്റാൻഡ് ബൈ അവർ ലീഡേഴ്സ്. ഓക്കെ, വി സ്റ്റാൻഡ് ബൈ അവർ ലീഡേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഇവർ ഇല്ലിറ്ററേറ്റ് ആണ്, അല്ലെ? ഒരുപാട് ആൾക്കാർ ഇല്ലിറ്ററേറ്റ് ആണ്. സ്റ്റിൽ ദേ ഹോൾഡ് ഓൺ ടു ദെയർ നോഷൻ ദാറ്റ് വി വോണ്ട് ഫ്രീഡം ഫ്രം ദീസ് വൈറ്റ് മൈനോറിറ്റി, അല്ലെ? യെസ്, യെസ്, യെസ്. മണ്ടേല ഫോർ ഫ്രീഡം, ഇതൊരു ലാസ്റ്റ് ആ ഒരു പൊളിറ്റിക്സ് വന്ന സമയത്ത്, അതായത് ഇലക്ഷൻ ഒക്കെ വരുന്ന സമയത്ത് വന്നതാണ് മണ്ടേല ഫോർ ഫ്രീഡം എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ്, അല്ലെ? മണ്ടേല അത്രയും വലിയൊരു പോപ്പുലർ ഫിഗർ ആയിട്ട് എമേർജ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ആഫ്രിക്കയിൽ ആ ഒരു സമയത്ത്, സൗത്ത് ആഫ്രിക്കയിൽ. സോ അതുകൊണ്ടായിരുന്നു മണ്ടേല ഫോർ ഫ്രീഡം എന്ന് പറയുന്ന ആ ഒരു പ്ലക്കാർഡ് പിടിച്ചിട്ട് അവരവിടെ സ്റ്റാൻഡ് ബൈ ചെയ്യുന്നുണ്ടായിരുന്നത്. യെസ്, യെസ് സർ. ആൻഡ് ഇതെന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു സമയത്തെ ആ ഒരു ദ സ്റ്റാർ എന്ന് പറയുന്ന ആ ഒരു വീക്ക്ലി ന്യൂസ് പേപ്പറിൽ വന്നതാ എന്താ, ദ സ്ട്രഗിൾ മസ്റ്റ് കണ്ടിന്യൂ. ഓക്കെ, സോ അവിടെ കാണാം നിങ്ങൾക്ക് അവർ ആ ഒരു ഇൻഡിപെൻഡൻസിന് വേണ്ടിയിട്ട് എന്തൊക്കെ അവർ ഫൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ ആ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു അനാലിസിസ് അവിടെ പത്രത്തില് യൂറോപ്പിലാണെങ്കിലും പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ അതിന്റെ ഒരു ഇമ്പോർട്ടൻസും അതിന്റെ ആ ഒരു ലൈക്ക് ആ ഒരു ഡിഗ്നിറ്റി വെച്ചിട്ട് തന്നെ വൈറ്റ് മൈനോറിറ്റിയിലെ കുറെ ആൾക്കാർ ഇവർ സപ്പോർട്ട് ചെയ്യാനുണ്ടായിരുന്നു, റൈറ്റ്? യെസ്, യെസ് സർ, യെസ്, യെസ്, യെസ്. ഇവിടെ നിങ്ങൾക്ക് കാണാം, അല്ലെ? ഇത് പണ്ടുണ്ടായിരുന്ന അവിടുത്തെ ഒരു സിറ്റിംഗ് അറേഞ്ച്മെന്റ് ഒക്കെ ആയിരുന്നു. കാരണം ഇവിടെ ഈ ഒരു ഏരിയയിൽ കുറച്ച് പേര് മാത്രമേ ഇരിക്കാൻ പാടുള്ളൂ, അല്ലെ? ഈ ഒരു ഏരിയയിൽ കൂടെ കുറച്ച് പേര് മാത്രമേ നടക്കാൻ പാടുള്ളൂ. അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് ആയിരുന്നു. നമുക്ക് ഇവിടെയും കേരളത്തിൽ ഉണ്ടായിരുന്നില്ലേ, ഈ ഒരു വഴിയെ തമ്പ്രാക്കന്മാർ മാത്രമേ പോകാൻ പറ്റുള്ളൂ, അല്ലെ? അവരുടെ മുമ്പിൽ ഇവർ നിൽക്കാൻ പാടില്ല, അല്ലെ? ലൈക്ക് നിങ്ങൾക്ക് ആ ഒരു കാര്യം ഓർമ്മയില്ലേ? ഇവരവിടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്ര അടി അകലം പാലിച്ച് വേണം നിൽക്കാൻ, അവരെ കണ്ടുകൂടാ, തീണ്ടിക്കൂടാ, അല്ലെ? ഇങ്ങനത്തെ കുറെ കോൺസെപ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു. അതേപോലത്തെ ആ ഒരു സമയത്ത് അല്ലെങ്കിൽ അതിനുശേഷവും ഓക്കെ ഈ ഒരു 1980s 70s വളരെ റൂഡായിട്ട് ബിഹേവ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു വൈറ്റ് മൈനോറിറ്റിയുടെ ആ ഒരു ലൈക്ക് അവർ കൊണ്ടുവന്നിട്ടുള്ള ആ ഒരു സെഗ്രിഗേഷന്റെ ഇമേജസ് ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ഓക്കെ, യെസ്, യെസ്. വൈക്കം സത്യാഗ്രഹം എന്ന് പറഞ്ഞ അഭിനന്ദ് കമന്റ് ചെയ്യുന്നുണ്ട്. യെസ്, യെസ് സർ. ഓക്കെ, ദ വൈറ്റ് ഏരിയ എന്നൊക്കെ പറഞ്ഞിട്ടാണ്, അല്ലെ? വൈറ്റ് ഏരിയ, ഓക്കെ, ദ പീപ്പിൾ ഓഫ് വൈറ്റ് മൈനോറിറ്റി ഷുഡ് ഓൺലി ബി എൻറ്റേർഡ് ഹിയർ. ഓക്കെ, യെസ്, യെസ് സർ. ഓക്കെ, സോ നിങ്ങൾക്ക് കുറച്ചൊരു ഐഡിയ കിട്ടിയോ നമ്മുടെ ആ ഒരു ബ്ലാക്ക് പീപ്പിൾ അവർ എത്രത്തോളം അടിമത്വം, അല്ലെ, സ്ലേവറി ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യമൊക്കെ നിങ്ങൾക്കറിയാം. സ്ലേവറി എന്നൊരു പറഞ്ഞിട്ടുള്ള ഒരു കോൺസെപ്റ്റ് വരുമ്പോൾ തന്നെ ആഫ്രിക്കയിൽ നിന്നാണ് അത് എമേർജ് ചെയ്ത് വന്നിട്ടുള്ളത്, അല്ലെ? സ്ലേവ് പീപ്പിൾ ആർ എസ്പെഷ്യലി ദ ബ്ലാക്ക് പീപ്പിൾ, റൈറ്റ്? ആൻഡ് ദേ were transported to the European countries, especially Britain, French, okay, as Africa was their colony,
റൈറ്റ് അല്ലേ? ഓക്കെ, സോ യു ഗോട്ട് an idea. നമുക്ക് നോക്കാം. ഓക്കെ, സോ ഈ ഒരു അപ്പാർട്ടൈഡ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ പറ്റി കുറച്ച് വളരെ ചെറുതായിട്ടുള്ള ഒരു കാര്യം നമുക്കൊന്ന് നോക്കാം. യെസ്, സോ സ്റ്റിൽ ക്യാമറ ഓൺ ചെയ്ത് വെക്കാത്ത ഒരുപാട് പേരുണ്ട്, അവരൊക്കെ കാണുന്നു. പ്ലീസ് ടേൺ ഓൺ ക്യാമറ. ഓക്കെ, നമുക്ക് നോക്കാം അല്ലേ? അപ്പാർട്ടൈഡ്. ഓക്കെ, അപ്പാർട്ടൈഡ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇത് എന്താണെന്ന് നമുക്ക് നോക്കാം. സോ ഇറ്റ് എക്സിസ്റ്റഡ് ഫ്രം ലൈക്ക് നമ്മുടെ ഈ ഡേറ്റ് കാണിക്കുന്നത് എന്തുകൊണ്ടാ? ഡേറ്റ് കാണിക്കുന്നത് ആ ഒരു പൊളിറ്റിക്കലി റൂൾസ് ഒക്കെ വന്ന ഒരു സമയത്താണ് കേട്ടോ. പൊളിറ്റിക്കലി അവർ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്, ലോസ് ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ട് ആ ഒരു സമയത്താണ് ഇൻ പെർട്ടിക്കുലർ നമ്മൾ അപ്പാർട്ടൈഡ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഏജ് ആയിട്ട് കാണിക്കുന്നത്. ഓക്കെ, സോ ഇൻ സൗത്ത് ആഫ്രിക്ക ഇറ്റ് എക്സിസ്റ്റഡ് ഇൻ വേർ? ഇറ്റ് എക്സിസ്റ്റഡ് ഇൻ സൗത്ത് ആഫ്രിക്ക. യെസ്, അതിന് കുറച്ച് പോയിന്റ് ഔട്ട് ആയിട്ട് നോട്ട് ഔട്ട് ചെയ്തേക്കാം, കാരണം നിങ്ങൾക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, you have to get introduced with the concept of apartheid, so please note it down as simple sentences. Okay, yes, നിങ്ങൾക്ക് യെസ് വളരെ ചെറുതാക്കിയിട്ട് എഴുതിയെടുക്കാം, വളരെ ചെറുതായിട്ട് പോയിന്റ്സ് മാത്രമായിട്ട് ലൈക്ക് ഞാൻ മാർക്ക് ചെയ്യുന്ന പോലെ എഴുതിയേക്കാം കേട്ടോ. സോ ഇൻ സൗത്ത് ആഫ്രിക്ക ഇറ്റ് എക്സിസ്റ്റഡ് ഇൻ സൗത്ത് ആഫ്രിക്ക വാസ് ദ റേഷ്യൽ സെഗ്രിഗേഷൻ. The racial segregation and which was implemented by all white government of South Africa, which was implemented by all white government. അതായത് അവിടെ എല്ലാ ആ ഒരു ഗവൺമെന്റ് എക്സിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? 1948 അല്ലെങ്കിൽ ലൈക്ക് 1994 നമ്മളുടെ ഫസ്റ്റ് ഡെമോക്രാറ്റിക് ഗവൺമെന്റ് വരുന്നത് വരെയും അവിടെ റൂൾ ചെയ്തിട്ടുണ്ടായിരുന്നത് ഓൾ വൈറ്റ് ഗവൺമെന്റ് ആയിരുന്നു. കാരണം അവിടെ ആ ഗവൺമെന്റ് എംപ്ലോയീസ് ആണെങ്കിലും ഒഫീഷ്യൽസ് ആണെങ്കിലും എല്ലാവരും വൈറ്റ് പീപ്പിൾ ആയിരുന്നു. അതുകൊണ്ടാണ് എന്തെന്ന് വിളിക്കുന്നത് ഓൾ വൈറ്റ് ഗവൺമെന്റ് അല്ലേ? സോ ഓൾ വൈറ്റ് ഗവൺമെന്റ് ആയിട്ടുള്ള യൂറോപ്പിലെ അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഒക്കെ അവർ നമുക്ക് വിളിക്കാം, അവർ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളതാണ് എന്ത് ഈ ഒരു അപ്പാർട്ടൈഡ് എന്ന് പറയുന്നത്. ആൻഡ് വിച്ച് ഡിക്റ്റേറ്റഡ് ദാറ്റ്, അവരുടെ ഡിക്റ്റേഷൻ എന്തായിരുന്നു? അവരുടെ ഒരു നോഷൻ എന്തായിരുന്നു? ദ നോൺ വൈറ്റ് സൗത്ത് ആഫ്രിക്കൻസ്. ഓക്കെ, ദ നോൺ വൈറ്റ് സൗത്ത് ആഫ്രിക്കൻസ്, അതായത് ബ്ലാക്ക് കമ്മ്യൂണിറ്റി അല്ലെ? നോൺ വൈറ്റ് എന്ന് പറയുമ്പോൾ ബ്ലാക്ക് കമ്മ്യൂണിറ്റി, സൗത്ത് ആഫ്രിക്കയിലുള്ള ബ്ലാക്ക് കമ്മ്യൂണിറ്റി, അതായത് അവർ മെജോറിറ്റി ആയിരുന്നു. ഓക്കെ, ദേ വർ ദ മെജോറിറ്റി ഓഫ് ദ പോപ്പുലേഷൻ ആൻഡ് they were required to live in separate areas. Okay, they were, yes, you studied about it in the last year. Yes, Srinatha, very good. Okay, so they have to live in a separate area from white. Okay, and use separate public facilities. Okay, public facilities പോലെ, okay, even it was public, they have to get it from a separate public facility and contact the two groups would be limited. Okay, ഇവർ തമ്മിലുള്ള contacts maximum limited ആയിരിക്കും. So എന്തൊക്കെ കാര്യങ്ങളാണ് പറയാനുള്ളത്? They were forced to live in separate areas. They were required to live. Okay, they were required to live in separate areas from whites and use separate in the public facilities. Okay, to use separate public facilities and contact between the two groups would be limited. So ഇത് implement ചെയ്തിട്ടുള്ളത് who was behind it? The all white government of South Africa. ഓക്കെ, സോ അവർ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ള അവരുടെ ഈ കുറച്ച് പ്രോസ്പെക്ട്സ് അല്ലെങ്കിൽ ലൈക്ക് ഈ റൂൾസ് ആണ് നമ്മളുടെ എന്തെന്ന് പറയുന്നത് അപ്പാർട്ടൈഡ് എന്ന് പറയുന്ന ഈ ഒരു കോൺസെപ്റ്റിൽ ആദ്യം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവേണ്ട ഒരു കാര്യം. ഓക്കെ, ആൻഡ് ദ ഡിഫറെന്റ് റേഷ്യൽ ഗ്രൂപ്പ് were physically separated. ഈ രണ്ട് റേഷ്യൽ ഗ്രൂപ്പ്സും ഫിസിക്കലി സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ജനറലി മെന്റലി ഇമോഷണലി മാത്രമല്ല, പക്ഷെ they were physically separated according to their location, പബ്ലിക് ഫെസിലിറ്റീസ് ആൻഡ് സോഷ്യൽ ലൈഫ്. ഈ മൂന്ന് കാര്യങ്ങൾക്ക് അവർക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള എന്തുണ്ട്? സെഗ്രിഗേഷൻ ഉണ്ട്. എന്തിലൊക്കെയാ? ലൊക്കേഷൻ, അതായത് പ്ലേസ് അല്ലേ, എവിടെയൊക്കെ നടക്കാം, എങ്ങോട്ടൊക്കെ ചലിക്കാം എന്നുള്ളൊരു കാര്യം ലൊക്കേഷനിൽ. പബ്ലിക് ഫെസിലിറ്റീസ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ പബ്ലിക് ഫെസിലിറ്റീസ് അവൈൽ ചെയ്യണമെങ്കിലും അവർക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള രണ്ട് ഫെസിലിറ്റീസ് ഉണ്ടാവും അല്ലെ? വൺ ഫോർ ദി ഓൾ വൈറ്റ് മൈനോറിറ്റി ആൻഡ് ദി അതർ ഫോർ ദി നോൺ വൈറ്റ് majority. Okay, and the social life also. Okay, clear? Yes, clear? സോ അപ്പാർട്ടൈഡ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ, വളരെ ചെറിയൊരു കോൺസെപ്റ്റ് ആണ്. റേഷ്യൽ സെഗ്രിഗേഷൻ നിങ്ങൾ അത്രയും അറിഞ്ഞാൽ മതി. റേഷ്യൽ സെഗ്രിഗേഷൻ തന്നെയാണ്, ബട്ട് ഇറ്റ് എക്സിസ്റ്റഡ് ഇൻ സൗത്ത് ആഫ്രിക്ക ആൻഡ് ദിസ് റേഷ്യൽ സെഗ്രിഗേഷൻ വിച്ച് വാസ് ഇംപ്ലിമെന്റഡ് ബൈ ദി all white government. Okay, it was implemented by the all white government of South Africa and it dictated that it said that the non-white, okay, black people of South Africa, they were required to live in separate area. Okay, they were required to live in separate areas from whites and use separate public facilities. Okay, they were forced to use separate public facilities. Okay, and the contact between these two racial groups were limited. That's it. Okay. Yes, Gautam, you have any doubts in this? Now would you please address Gautam? Yes, Gautam. hand raise ചെയ്തിട്ടില്ല. Unmute.
You have any doubts? No doubts. ഹാൻഡ്സ് ഡൗൺ ചെയ്തിരിക്കട്ടോ, ഹാൻഡ് റൈസ് ചെയ്തോണ്ടിരിക്കും. Yes, okay. Okay, അപ്പൊ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായെങ്കിലും thumbs up ഇട്ടേ എല്ലാവരും. മനസ്സിലായെങ്കിൽ എല്ലാവരും thumbs up ഇട്ടേ. thumbs up ഓ ഹാർട്ടോ എന്ത് വേണേലും ഇടാം. Yes, clear ആണേ? ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. Is that clear for everyone? Yes, okay, fine. So നമുക്ക് കുറച്ച് പേരോട് ചോദിച്ചാലോ എന്താണ് അപ്പാർട്ട് ഇടുന്നത്? ആർക്കൊക്കെ മനസ്സിലായെന്ന് ആരോടെയൊക്കെ ചോദിക്കാം. Okay? Yes. ആരോട് ചോദിക്കണം മാം? ശ്രീലക്ഷ്മി unmute ചെയ്യാമോ? Yes, ശ്രീലക്ഷ്മി ഒന്ന് വേഗം സിംപ്ലിഫൈ ചെയ്ത് പറഞ്ഞേ. What is apartheid? Apartheid is a political system where people are separated according to their race. Yes, the people are separated according to their race. And anything else? And it existed in South Africa. Yes, and then? it was implemented by the all-white government. And What were the requirements of the all-white government? they were required to live in separate areas, use separate public facilities, and the relation of contact between the two communities were limited. Yes, okay. Thank you, Srilakshmi. Yes, okay. So, മക്കളെ ഒരു കാര്യം കൂടെ പറയാനുള്ളത്, നമ്മളുടെ ഈ ഒരു ക്ലാസ് യൂട്യൂബ് ലൈവിലാണ് പോകുന്നത്. സോ പ്ലീസ് ഡു മൈൻഡ് ഇറ്റ്. അതായത് നമ്മുടെ ലൈവ് എടുത്തിട്ട് ലൈവിൽ പോയിട്ട് ലിങ്ക് എടുത്തിട്ട് ഒന്ന് സ്റ്റാറ്റസിൽ ഇടുകയോ ഫ്രണ്ട്സ് ഗ്രൂപ്പിലോട്ട് ഷെയർ ചെയ്യുകയോ ചെയ്താൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യാൻ നമ്മൾ ജിക്കി സാറോട് പറയുന്നുണ്ട്. സോ എല്ലാവർക്കും കൂടെ കുറച്ചും കൂടി ഈ ഒരു ക്ലാസിന്റെ ബെനിഫിറ്റ്സ് കിട്ടും. ഓക്കെ, ക്ലിയർ? യെസ്. യെസ്, വിച്ച് സ്ലൈഡ് ഡു യു നീഡ് ഗൗതം? നമുക്ക് വേറെ ആൾ കൂടെ ചോദിക്കണമല്ലോ, ഇത് മാത്രം പോരാ, വേറെ എത്ര പേർക്ക് മനസ്സിലായെന്ന് അറിയണം. ഓക്കെ, യെസ്, ആരോട് ചോദിക്കാം മാം? അശ്വിൻ വിനോദ്. അശ്വിൻ. യെസ് അശ്വിൻ. Ashwin unmute. Yes Ashwin. Yes. Can you just raise your voice, please? Speak a bit louder. Yes, കേൾക്കാം, പറഞ്ഞോളൂ. Apartheid was a racial segregation in which white and non-whites had to use different public facilities and social life. They were not allowed to use same worshipping places and etc. Yes. And they were required to live in different areas. Yes. And separate public facilities. Yeah, that you already And said. between the two groups were limited. Yes, the contact between two racial groups were limited. Yes, okay, fine. Yes, thank you Ashwin. So, almost clear ആയോ എല്ലാവർക്കും? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ അപ്പാർട്ടൈഡ് എന്ന് ചോദിച്ചാൽ എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആയോ? Any more doubts or like any other suggestions or opinions regarding this? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ ഇടാം. ഓക്കെ, സോ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു അല്ലേ? യെസ്, ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നമുക്ക് എന്ത് ചെയ്യാൻ അടുത്തതായിട്ട് നമുക്ക് നെൽസൺ മണ്ടേലോട്ട് കിടക്കാം. ഓക്കെ, നെൽസൺ മണ്ടേലോട്ട് കിടക്കാം. ആൻഡ് യെസ്, ടേക്ക് ഔട്ട് യുവർ യു ഹാവ് ഓൾറെഡി ടേക്കൻ ഔട്ട് യുവർ നോട്ട്ബുക്ക്. യെസ്, ഒരു പുതിയ പേജ് എടുത്തിട്ട് നമ്മൾ നെൽസൺ മണ്ടേലെ പറ്റി നമുക്ക് എഴുതി തുടങ്ങാം അല്ലേ? നെൽസൺ മണ്ടേല, യു ആർ ഓൾറെഡി ഫെമിലിയർ വിത്ത് ദിസ് മാൻ ബിക്കോസ് ഹീസ് ഹ്യൂജ് പോപ്പുലർ ഫിഗർ. സോ ലൈക്ക് അല്ലെ, എല്ലാവർക്കും അത്യാവശ്യം അറിയാവുന്ന ഒരാളാണ്. നമുക്ക് അത്യാവശ്യം വേണ്ട എക്സാമിന് ചോദിച്ചാൽ എഴുതിയെടുക്കാൻ അല്ലെങ്കിൽ എഴുതി വെക്കാൻ വേണ്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് ആളെ പറ്റി നോക്കാം അല്ലെ? യെസ് അല്ലേ? യെസ്, ഓക്കെ, അറിയാം അല്ലേ? എല്ലാവർക്കും അറിയാലോ, ഇതാണ് നമ്മളുടെ പ്രസ്തുത ഫിഗർ, അതായത് നെൽസൺ മണ്ടേല. ഓക്കെ, യെസ്, എല്ലാവർക്കും ഫെമിലിയർ ആണല്ലോ അല്ലെ അദ്ദേഹത്തെ? ഇനി ഇങ്ങനത്തെ ഒരു ലൈക്ക് ഈ ഒരു ഫേസ് ചോദിക്കുകയാണെങ്കിൽ ഇത് ആരാണെന്ന് ചോദിച്ചാൽ വേറെ ഒന്നും പറയരുത്, ദിസ് ഇസ് നെൽസൺ മണ്ടേല. ഓക്കെ, യെസ്, ഓക്കെ, യെസ്, നമുക്ക് നോക്കാം. ഓക്കെ, നോട്ട്ബുക്ക് എടുത്തോളൂ എല്ലാവരും നോട്ട്ബുക്ക് എടുത്തോളൂ. ഓക്കെ, യെസ്, സോ ദ ഫസ്റ്റ് പോയിന്റ് നമുക്ക് നോക്കിയിട്ട് ഓരോ പോയിന്റ് ആയിട്ട് വായിച്ചതിന് ശേഷം എഴുതി വെക്കാം കേട്ടോ. എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കാം. സൗത്ത് ആഫ്രിക്കൻ ആന്റി അപ്പാർത്തൈഡ് ആക്ടിവിസ്റ്റ്. ഓക്കെ, സൗത്ത് ആഫ്രിക്കൻ ആന്റി അപ്പാർത്തൈഡ് ആക്ടിവിസ്റ്റ് അല്ലേ? ഫസ്റ്റ് ഓഫ് ഓൾ സൗത്ത് ആഫ്രിക്കൻ ആണ്, റൈറ്റ്? സൗത്ത് ആഫ്രിക്കൻ ആണ്. യെസ്, ഹിസ് നാഷണാലിറ്റി സൗത്ത് ആഫ്രിക്കൻ and he is an anti-apartheid. Anti-apartheid എന്ന് പറയുമ്പോൾ എന്താ? One who fought against the apartheid movement അല്ലേ? One who, yes,
Yes. Okay, the one who fought against the apartheid movement. So that is the person named Nelson Mandela, and he served as the president of South Africa from 1994 to 1999. Okay, so he served as the president of South Africa from 1994 to 1999. So ഈ ഒരു കാര്യം അറിഞ്ഞു വെച്ചിരിക്കുക. Okay, ഈ ഒരു കാര്യം അറിഞ്ഞു വെച്ചിരിക്കുക that he is the first president of South Africa and he served the government from 1994 to 1999. Yes, and Nelson Mandela's government in the country, it focused on dismantling. What is the meaning of dismantling? Dismantling, what is the meaning of dismantling? What is the meaning of dismantling? Arkaria, what is the meaning of dismantling? The government under Nelson Mandela focused on dismantling. Yes, break down ചെയ്യുക എന്നുള്ളൊരു meaning ആണ്. Yes. Break down അല്ലെങ്കിൽ remove. Yes, every answer is right. Not banning though. Okay. അതായത് demolish ചെയ്യുക എന്നുള്ളൊരു meaning ആണ്. Okay. Demolish ചെയ്യുക അല്ലെങ്കിൽ break ചെയ്യുക അല്ലെങ്കിൽ destroy ചെയ്യുക ഉള്ള meaning ആണ് നമ്മളുടെ dismantling വരുന്നത്. And it focused on dismantling the legacy of apartheid. Okay. It focused on dismantling the legacy of apartheid by fostering racial reconciliation. What do you mean by fostering? What do you mean by fostering? Improving അല്ലെ വളർത്തുക. Okay, improve ചെയ്യുക എന്നുള്ളൊരു മീനിങ് ആണ് ഫോസ്റ്ററിങ്ങിന് വരുന്നത്. റേഷ്യൽ റിക്കൺസിലിയേഷൻ. Okay, രണ്ട് റേസസിന്റെയും എന്താ റിക്കൺസിലിയേഷൻ എന്ന് വെച്ചാൽ എന്താ? യെസ് മാം, would you please ഒന്ന് കമന്റ് ബോക്സിൽ ഇട്ട് കൊടുക്കാവോ ഈ ആൻസേഴ്സ് ഒക്കെ, വേർഡ്സിന്റെ ആൻസേഴ്സ് മീനിങ് ഒക്കെ ഒന്ന് കമന്റ് ബോക്സിൽ ഇട്ട് കൊടുക്കുക. റിക്കൺസിലിയേഷൻ, യെസ്, റിക്കൺസിലിയേഷൻ, dismantling, and then which was it? Fostering. Okay. Yes. Legacy എന്ന് വെച്ചാൽ എന്താ? Legacy എന്താ? പാരമ്പര്യം എന്നൊക്കെ പറയില്ലേ അല്ലേ? ആ ഒരു ത്രൂ ഫ്രം ലൈക്ക് ഇൻഹെറിറ്റഡ് ആയിട്ടുള്ള എന്നുള്ള മീനിങ് അല്ലേ? ഓക്കെ, ലൈക്ക് ജനറേഷൻസ് ആയിട്ട് പാസ് ഓൺ ചെയ്ത് വന്നിട്ടുള്ള എന്നുള്ളൊരു മീനിങ് ആണ് ലെഗസി. ഓക്കെ, യെസ്. ആൻഡ് Mandela, an African nationalist and a socialist. Okay, he was an African nationalist and a socialist. He served as the president of African National Congress Party from 1991 to 1997. So he was the president of African National Congress Party, that is ANC. Okay, ANC. Yes, African National Party Congress, and he served as the president of it from 1991 to 1997. Yes. Okay, and Nelson Mandela's full name is Nelson Rolihlahla Mandela. Okay, Nelson Rolihlahla Mandela. Okay, so on the note on cheyidikal onnu padichechal exam eഴുതി വെക്കാൻ പറ്റും. Okay, yes, and his full name is Nelson Rolihlahla Mandela, and he was a black nationalist as well as the first black president of South Africa. Okay, so he was a black nationalist. We all know that he was a black nationalist as well as the first black president of South Africa. So he was the first black president of South Africa, and in 1993 he and one person, okay, he and along with Nelson Mandela declared, okay, declared എന്ന് പറയുന്ന ഒരാൾ കൂടിയുണ്ട്, നമ്മൾ അദ്ദേഹത്തെ പറ്റി പഠിച്ചു വരുന്നതാണ്, and they jointly awarded the Nobel Prize for Peace. Okay, they jointly awarded the Nobel Prize for Peace, that is the Nobel Prize for Peace. Okay, yes. So clear ആയോ? നമ്മുടെ നെൽസൺ മണ്ടേലയെ പറ്റി നമ്മൾ പഠിച്ചു വരികയാണ്. നെൽസൺ മണ്ടേല, he was a South African anti-apartheid activist who served as the president of South Africa from 1994 to 1999. And yes, Nelson Mandela's government, it focused on dismantling, that is breaking down the legacy of apartheid. Okay, it broke down the notion of apartheid by fostering racial reconciliation. And Mandela, an African nationalist as well as a socialist, served as the president of African National Congress Party from 1991 to 1997. And Nelson Mandela's full name is Nelson Rolihlahla Mandela, and he was a black nationalist as well as the first black president of South Africa. Okay, yes, clear? Okay, ഈ year mark ചെയ്തു വെക്കുക, കാരണം this year he was awarded Nobel Prize for Peace along with de Klerk. Okay, yes. അശ്വിൻ എഴുതി കഴിഞ്ഞോ? യെസ്.
ഈ ഇയർ എന്ന് പറയുന്നത് 1993 എന്ന ഇയർ ആണ് കേട്ടോ നിവിൻ. ഓക്കെ, യെസ്. ഓക്കെ, എഴുതി കഴിഞ്ഞവര് ഒന്ന് തംസപ്പ് ഇട്ടേ, അല്ലെങ്കിൽ എഴുതി കഴിയാനുള്ളവർ തംസപ്പ് ഇട്ടാലും മതിയാവും. ഓക്കെ, എഴുതി കഴിയാനുള്ളവര് തംസപ്പ് ഇട്ടാലും മതിയാവും. ഓക്കെ, യെസ്. വേഗം എഴുതിയെടുക്കാട്ടോ എല്ലാരും. കഴിഞ്ഞോ? ഋഷികേഷ്, റൈറ്റ്? യെസ്. ഓക്കെ, നൊബേൽ കഴിഞ്ഞിട്ടൊന്നുമില്ല, നൊബേൽ കഴിഞ്ഞിട്ട് അത്രേ ഉള്ളൂ. ഓക്കെ നുഹ, യെസ്, നൊബേൽ കഴിഞ്ഞിട്ട് അത്രേ ഉള്ളൂ. നൊബേൽ കഴിഞ്ഞിട്ട് പ്രൈസ് ഫോർ പീസ് എന്ന് കൂടെ ഉണ്ട്. ഓക്കെ, യെസ്. കഴിഞ്ഞവരൊക്കെ എന്ത് ചെയ്യാം? കഴിഞ്ഞവരൊക്കെ ഒന്ന് എന്നെ നോക്കിയിട്ട് ചിരിച്ചിരുന്നേ. കഴിഞ്ഞവരൊക്കെ എന്നെ നോക്കി ചിരിച്ചിരുന്നാലേ എത്ര പേരുടെ കഴിഞ്ഞു എനിക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ക്രിസ്ത്യയുടെ കഴിഞ്ഞിട്ടില്ല അല്ലേ? ഓക്കെ, ഓക്കെ, യെസ്, വെരി ഗുഡ്. മാം, would you please check how many are still left to finish writing? ചിരിക്കാതെ ഇരിക്കുന്നവരുടെ മുഖം വെച്ച് ഇവിടെ സ്റ്റെഫി മാം കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ് ആരൊക്കെ എഴുതി തീരാനുണ്ട് എന്ന്. Just give your smiles, please. കണ്ടുപിടിക്കാൻ പറ്റില്ല. എല്ലാവരും ചിരിച്ചു നോക്കട്ടെ. ദേവാനന്ദ will make sure that you have that in the next class. Okay? Okay, almost finished. Okay, almost finished. എല്ലാവരും ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. Ma'am, Zumba sessions. They are. Okay, we are arranging it. Okay, we are arranging it. I guess many of you are eagerly waiting for Zumba sessions, right? Okay, we'll find a solution to it. Okay, yes. So നമുക്ക് ടെക്സ്റ്റിലോട്ട് കടന്നാലോ? Ready? Into the text, everyone. So textbook ഇല്ലാത്തവർ PDF എങ്കിലും തുറന്നു വെക്കുക. Okay? Yes. കഴിഞ്ഞില്ലേ? Yes. ടെക്സ്റ്റിലോട്ട് കിടക്കാം. ഓക്കെ, അതായത് നമ്മൾ നെൽസൺ മണ്ടേലയുടെ ഈ ഒരു ഇത് തുറന്നു നെൽസൺ മണ്ടേലയുടെ ഈ ഒരു ഓട്ടോബയോഗ്രഫി അല്ലെ, ഓട്ടോബയോഗ്രഫി ആയ ലോങ് വാക്ക് ടു ഫ്രീഡം എന്ന് പറയുന്ന ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൽ അതായത് പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത് നമ്മളുടെ എന്താ പറയുന്നത്, first democratic government, okay, which was established in May 10th 1994. So ആ ഒരു inaugural ceremony ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. Okay, നമ്മൾ 1994 May 10th നടന്ന inaugural ceremony of the first democratic government, non-racial government of South Africa in which was presided by നെൽസൺ മണ്ടേല. സോ ആ ഒരു inaugural ceremonyയുടെ ഡീറ്റെയിൽസും അദ്ദേഹം നടത്തിയ സ്പീച്ചിന്റെ കാര്യങ്ങളുമാണ് നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്ററിൽ തുടക്കത്തിൽ പഠിക്കാനുള്ളത്. ഓക്കെ, സോ നമ്മൾ ഇൻ ഡീറ്റെയിൽ ടെക്സ്റ്റ് ബുക്ക് നോക്കുന്നില്ല. സോ അതിന്റെ പോയിന്റ്സ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ മാർക്ക് ചെയ്ത് തരാം, ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കഷൻ ചെയ്ത് പോവാം. പക്ഷേ ഇവിടെ കാണിക്കുന്ന പോയിന്റ്സ് നിങ്ങൾ എല്ലാവരും ടെക്സ്റ്റ് ബുക്കിൽ മാർക്ക് ചെയ്ത് വെച്ചിരിക്കണം. ഓക്കെ, യെസ്, ക്ലിയർ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്തിടാം. ഓക്കെ, ക്ലിയർ? യെസ്, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമുക്ക് നോക്കാം അല്ലേ. സോ ദ ഡേറ്റ്, ഇത് ഇമ്പോർട്ടന്റ് ആണ്, എല്ലാവരും മാർക്ക് ചെയ്ത് വെക്കുക. ദാറ്റ് ഈസ് May 10th 1994, right? May 10th 1994 is the date in which the first democratic government of South Africa came into existence. Okay, yes. സോ ഇതൊരു ഇമ്പോർട്ടന്റ് ഡേറ്റ് ആണ്. അതായത് നമ്മുടെ ആഫ്രിക്കയിലെ ഫസ്റ്റ്, ഓക്കെ, ഏറ്റവും ഫസ്റ്റ് ആയിട്ട്, അതായത് വൈറ്റ്സ് ഭരിച്ചുകൊണ്ടിരിക്കുന്നതായിരുന്ന ഓൾ വൈറ്റ് ഗവൺമെന്റിനെയൊക്കെ അവര് തട്ടിത്തെറിപ്പിച്ച് ഫസ്റ്റ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് സൗത്ത് ആഫ്രിക്ക അവര് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ഡെമോക്രാറ്റിക് ഗവൺമെന്റ് ഓഫ് സൗത്ത് ആഫ്രിക്ക. ഓക്കെ, ആൻഡ് ഡേറ്റ് മറന്നു പോകരുത്, എല്ലാവരും പഠിച്ചേക്കുക. ഇറ്റ് ഈസ് May 10th 1994. MCQ ആയിട്ട്, അതായത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്, മാർക്ക് ചെയ്ത് വെച്ചിരിക്കുക എല്ലാവരും. ഓക്കെ, ആൻഡ് ദി ഇനാഗുറൽ സെറമണി took place in which place? അതായത് ഇതുകൂടി ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക. ദി ഇനാഗുറൽ സെറമണി, ഓക്കെ, ദി ഇനാഗുറൽ സെറമണി took place in which place and in which stage? The sandstone amphitheater. Okay, it took place in sandstone amphitheater of Pretoria. The sandstone
amphitheater. Sandstone is the name of the theater. Sandstone is the name of a theater. And what is an amphitheater? What is an amphitheater? എന്താ amphitheater അറിയാമോ മക്കൾക്ക് ആർക്കെങ്കിലും? What do you know about, like, കേട്ടിട്ടുണ്ടോ? Have you heard of this term before? If you have heard it before, can you just raise your hand? Yes. Somebody. ആർക്കെങ്കിലും അറിയാമോ amphitheater എന്താണെന്ന് ആർക്കെങ്കിലും അറിയാമോ? Yes. Sagarika, yes, knows the answer. Yes, ma'am, please unmute her. Yes, Devananda, yes. Ma'am, it is auditorium or a theater which does not have a roof. Yes, it's the theater which has a stage but doesn't have a roof, right? അതായത് റൂഫ് ഇല്ലാത്ത, okay, like കൊളോസിയം പോലെ തന്നെ, റോമൻ കൊളോസിയം പോലെ. യെസ് അശ്വിൻ, റോമൻ കൊളോസിയം അല്ലെ, കൊളോസിയം കണ്ടിട്ടുള്ളവർക്ക് ഫെമിലിയർ ആയിരിക്കും, റൈറ്റ്? കൊളോസിയത്തിൽ പിക്ചർ അറിയാവില്ല അല്ലെ? എല്ലാം സറൗണ്ട് ചെയ്തിട്ടുള്ള സർക്കിൾ ഷേപ്പിലായിരിക്കും. ആൻഡ് ഇറ്റ് ഹാസ് എ സ്റ്റേജ് ഓൺ ഇറ്റ് ആൻഡ് സീറ്റിംഗ്സ് ഒക്കെ എവിടെയായിരിക്കും? ആ ഒരു സറൗണ്ടിങ് വാൾസിലായിരിക്കും അതിന്റെ സീറ്റിംഗ്സ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് വിൽ നോട്ട് ബി ഹാവിംഗ് എനി റൂഫ്. ഓക്കെ, റൂഫ് ഇല്ലാത്ത നമ്മൾ സ്റ്റേജിനെയാണ് എന്തെന്ന് വിളിക്കുക? റൂഫ് ഇല്ലാത്ത സ്റ്റേജിനാണ് എന്തെന്ന് വിളിക്കുക? Amphitheater. Okay, അത് മറന്നു പോകരുത്. So if anyone asks about what's an amphitheater, you should be knowing that it's a stage which doesn't have a roof. Okay, not a like വെറും ഒരു സിമ്പിൾ സ്റ്റേജ് അല്ല, പക്ഷെ ഒരു കൊളോസിയം ലൈക്ക്, yes, as Ashwin said, ഒരു കൊളോസിയം ലൈക്ക് സ്ട്രക്ചർഡ് ആണത്. Okay, clear? Yes. And Nevine, what is on May 10th 1994? You're asking me? What is on May 10th 1994? You're asking me, ma'am, what is on May 10th 1994? Nevin, can you unmute? Nevin, just audio Nevin? video also. Nevin, what's the importance of the date May 10th 1994? Nevin, unmute, please. Have I had network issues? May 10th 1994 is the date in which the first democratic government of South Africa came into existence. Okay, so it is this date in which the inaugural ceremony of the first non-racial government of South Africa took place. So, മനസ്സിലായോ? ഇനാഗുറൽ സെറിമണി നടന്ന ദിവസമാണ്. ഓക്കെ, ഫസ്റ്റ് ഡെമോക്രാറ്റിക് ഗവൺമെന്റിന്റെ ഇനാഗുറൽ സെറിമണി നടന്ന ദിവസമാണ്. ഓക്കെ, വിച്ച് ചാപ്റ്റർ ആണ്? സെക്കൻഡ് ചാപ്റ്റർ, നെൽസൺ മണ്ടേല A Long Walk to Freedom. ഓക്കെ, യെസ്. ഓക്കെ, ക്ലിയർ ആണല്ലോ അല്ലെ? സോ ഈ ഇനാഗുറൽ സെറിമണി നടന്നത് എവിടെയാണ്? സാൻഡ്സ്റ്റോൺ ആംഫിതിയേറ്റർ ഓഫ് പ്രിറ്റോറിയ. സോ അത് മാർക്ക് ചെയ്ത് വെക്കുക, സാൻഡ്സ്റ്റോൺ ആംഫിതിയേറ്റർ ഓഫ് പ്രിറ്റോറിയ. ആൻഡ് many international leaders had gathered in the African soil for the largest gathering in its history, right? Okay, അതായത് many international leaders, നമ്മുടെ നെൽസൺ മണ്ടേലയുടെ വാക്കുകൾ നിങ്ങൾ ടെക്സ്റ്റ് വായിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും that he was very like warm welcome ചെയ്യുന്ന ആ ഒരു ഇൻസിഡന്റ് ആണ്. ലൈക്ക് ആ ഒരു സോയില്, ആഫ്രിക്കൻ സോയില് ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ ദ ഹിസ്റ്ററി, അതായത് ഒരുപാട് അത്രയും ഇന്റർനാഷണൽ ലീഡേഴ്സ് എല്ലാവരും കൂടെ ഗ്യാതറിംഗ് ചെയ്തിട്ടുള്ള ഫസ്റ്റ് ഇൻസിഡന്റ് ആണെന്ന് പറയാം. ഓക്കെ, ഈ ഒരു ഇനാഗുറൽ സെറിമണിയിൽ അത്രയും ഇന്റർനാഷണൽ ലീഡേഴ്സിനൊക്കെ അവർ വെൽക്കം ചെയ്തിട്ട് ആ ഒരു സെറിമണി വളരെ ഫ്രൂട്ട്ഫുൾ ആയിട്ട് അവർ മാറ്റിയിട്ടുണ്ടായിരുന്നു. So it was the largest gathering of South Africa, right? And it was also the installation of South Africa's first democratic and non-racial government. Okay, so ഈ ഒരു ഡേറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതാണ് എഴുതി വെക്കേണ്ടത്, that it is the installation of South Africa's first democratic non-racial government. Okay, yes, clear? And as accompanied by his daughter, okay, as accompanied by his daughter, and Mr. de Klerk was first sworn in as the second deputy president. Okay, so first author എടുത്തത് Mr. de Klerk ആണ്, and he was sworn in as the first the second deputy president. Okay, so deputy president ആയിട്ടുള്ള second deputy president ആയിട്ട് ആര് sworn in ചെയ്തു എന്നാ പറയുന്നേ? മിസ്റ്റർ ഡി ക്ലർക്ക് sworn in ചെയ്തു എന്നാണ് പറയുന്നത്. ഓക്കെ, സോ സെക്കൻഡ് ഡെപ്യൂട്ടി പ്രസിഡന്റ് ആണ് നമ്മുടെ ഡി ക്ലർക്ക് എന്ന് പറയുന്നത്. ആൻഡ് ദ ഫസ്റ്റ് വൺ വാസ് Thabo Mbeki. Okay, Thabo Mbeki was sworn in as the first deputy president. Okay, yes, clear? സോ നിങ്ങൾക്ക് ചാപ്റ്റർ ഇപ്പോഴും ആമിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അതായത് നമ്മൾ സെക്കൻഡ് ചാപ്റ്റർ ആണ് ഡീൽ ചെയ്യുന്നത്. ആൻഡ് സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ 17th പേജ്. ഓക്കെ, യെസ്, മാർക്ക് ചെയ്ത് എല്ലാവരും മാർക്ക് ചെയ്തോ? സോ ഇത്രയേ ഉള്ളൂ, ഈ ഒരു ഫസ്റ്റ് പേജിൽ പറയുന്ന കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. ദാറ്റ് ഇസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ദ ഡേറ്റ് May 10th 1994, and it was the day in which the inaugural ceremony of the South African's first
democratic government took place. Okay, and it took place in which place? Like the sandstone amphitheater of Pretoria, and many international leaders had gathered in South Africa for the first time in the history. And yes, it was the installation of South Africa's first democratic non-racial government. And yes, he was accompanied by his daughter, and then Mr. De Klerk was first sworn in as the second deputy president, and Thabo Mbeki was sworn in as the first deputy president. Okay, clear? Clear? Any doubts regarding this portion? Any doubts? Anyone? No, right? Okay, clear alle? Next slide kadakka. Next slide kadakka. Okay, yes. Okay, Joanna. Okay, yes. Okay. Next. And Mandela's speech. Okay, Mandela's speech on the birth of a new democratic government. That's next page. Who is Thabo Mbeki? He was also a freedom fighter. Nelson Mandela, and he was also a member of the African National Congress, and later he is born in as the first deputy president of South Africa. Okay? Yes, Nevin? Yes. So Mandela's speech ആണ് നെക്സ്റ്റ് ആയിട്ട് കിടക്കുന്നത്. അദ്ദേഹം ഫോൺ ചെയ്യുന്ന സമയത്ത് അദ്ദേഹം ഓർത്തെടുക്കുന്ന സമയത്തല്ല, അദ്ദേഹത്തിന്റെ സ്പീച്ചിനെ പറ്റിയാണ് നെക്സ്റ്റ് പേജിലോട്ട് അദ്ദേഹം പറഞ്ഞു വരുന്നത്. ആൻഡ് Mandela's speech on the birth of a new democratic government that laid its foundation. Okay, the new democratic government. Yes, I said it already, ma'am. Yes, it had its foundation on the extraordinary experiences of a human experience that lasted long. Extraordinary experiences of a human experience. Okay, extraordinary experience ആണ് പറയുന്നത്. Okay, ഒരു extraordinary existence ആണ് പറയുന്നത്. Like എന്തിനെ പറ്റിയിട്ടായിരിക്കും പറയുന്നുണ്ടാവുക? ഇതെന്താ പറയുന്നുണ്ടാവുക? This government had its foundation. Okay, ഈ non racial അല്ലെങ്കിൽ like democratic government. Yes, this democratic government had its foundation upon the extraordinary experiences of a particular human experience that lasted long. Yes, ഇത് എന്തായിരിക്കും ഉദ്ദേശിക്കുന്നുണ്ടാവുക? ഈ particular concept എന്തിനായിരിക്കും ഉദ്ദേശിക്കുന്നുണ്ടാവുക? That racial segregation, right? The apartheid അല്ലെങ്കിൽ ആ ഒരു racial segregation ആണ് അവർ ഉദ്ദേശിക്കുന്നുണ്ടാവുക, അല്ലേ? Apartheid or the racial segregation that existed for the long period in South Africa. Okay, അതാണ് പറയുന്നത്. Okay, clear? Yes, so നമ്മളുടെ ഈ ഒരു പുതിയ democratic government, it had its foundation. Okay, it had its foundation upon the experiences, the extraordinary experiences of a human experience that lasted long എന്നാണ് പറയുന്നത്. ആര്? നെൽസൺ മണ്ടേല. Okay, yes, and South Africa is being a host. What is a host? First of all, what's a host? South Africa is being a host in the inaugural ceremony. Who is a host? Who is a host? One who holds the ceremony, right? One who holds the ceremony, that's a host, right? So ഇവിടെ ഈ പരിപാടി നടത്തുന്നത് ആരാണെന്ന് പറയുന്നത്? South Africa, right? So being a host to international countries on their soil, right? So ഇത്രയും ഒരുപാട് നാളുകൾ നീണ്ടു നിൽക്കുന്ന ഒരു racial segregation ഒക്കെ ഫേസ് ചെയ്തിട്ട് they are being a host to many international countries on their own soil. African soil തന്നെ അവർ ആ ഒരു ceremony conduct ചെയ്യാണല്ലേ. And thanked them. Okay, he thanked them for attending the birth of. Okay, he thanked them for attending the birth of their victory. Okay, so they are thanking the international leaders for attending their for attending the ceremony that thanked their victory for justice, peace and human dignity. So ഈ ഒരു ഡെമോക്രാറ്റിക് ഗവൺമെന്റിന്റെ ഇൻസ്റ്റലേഷനെ പറ്റി പറയുന്ന സമയത്ത് അവർക്ക് മെയിൻ ആയിട്ട് ഹൈലൈറ്റ് ചെയ്യാനുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത് they are enjoying their victory for justice, peace and human dignity. എന്തുകൊണ്ടായിരിക്കും ഇത് പറഞ്ഞിട്ടുണ്ടാവുക? So they are like celebrating their victory for justice, peace and human dignity. Okay, എന്തുകൊണ്ടായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? എന്തുകൊണ്ടായിരിക്കാം? വളരെ സിമ്പിളാ, ഒന്ന് ആലോചിച്ചാൽ കിട്ടാവുന്നില്ല. എന്തുകൊണ്ടായിരിക്കും? സിമ്പിൾ ആൻസർ. ആരോട് ചോദിക്കണം മാം? ഒന്ന് ആരോടെങ്കിലും ചോദിച്ചേ. Anjali Bijat. Who is it? Anway, right? Yeah. Anway. ഒന്ന് ആൻസർ ചെയ്തേ. എന്തുകൊണ്ടായിരിക്കാം they are celebrating their victory for justice, peace and human dignity? Because there was some apartheid. Yes,
അൻവേ കേട്ടില്ല, ഒന്നുകൂടെ പറയാമോ? They want freedom. Yes, they want freedom as well as they got rid of this. Yes. They were from the apartheid system. Yes, they got rid of this apartheid system, right? So they got or like they gained their victory for justice, right? Yes, so ഈ ഒരു apartheid system അല്ലെങ്കിൽ racial segregation that lasted long in the soil of South Africa, ആ ഒരു കാര്യത്തെ അവർ get rid of ചെയ്തതിന്റെ victory ആയിട്ടാണ് അവർ കണക്കാക്കുന്നത് അല്ലേ? So their victory for justice, peace, okay, they are finally attaining the peace in their country and human dignity. റൈറ്റ്? ആ ഒരു സ്ലേവറിയും ആ ഒരു റേഷ്യൽ സെഗ്രിഗേഷനും എല്ലാം ബാനിഷ് ചെയ്തിട്ടാണ് അവർ ആ ഒരു ഡെമോക്രാറ്റിക് ഗവൺമെന്റിനെ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. റൈറ്റ്? സോ അതുകൊണ്ട് ആ ഒരു ഹ്യൂമൻ ഡിഗ്നിറ്റിക്ക് വേണ്ടിയും അവർ റെസ്പെക്ട് കണ്ടുപിടിച്ചു. സോ they are enjoying their victory for justice, peace and human dignity. Right? Yes? Okay, clear everyone? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? Any doubts? Anyone? Yes, because there were no more segregation. Yes, there were എന്താ? Any doubts? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആരെങ്കിലും ഒന്ന് തംസപ്പെട്ടെ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അവർ തന്നെ തംസപ്പെടുക. ഓക്കെ, നോ ഡൗട്ട്സ്? യെസ്, ഗൗതം, യു ഹാവ് എ ഡൗട്ട്? Gautam, you can unmute. യെസ് അശ്ലൻ, യെസ് 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 ഗൗതം. യെസ്, മണ്ഡലയുടെ സ്പീച്ചിൽ അദ്ദേഹം താങ്ക് യു എന്നുള്ള ഒരു കാര്യം പറയുന്നത്. യെസ്, അതായത് നമ്മളുടെ മണ്ടയിലെ സ്പീച്ച് ചെയ്യാൻ വരികയാണ് അല്ലെ, അദ്ദേഹത്തിന്റെ ആ ഒരു ഓത്ത് എടുക്കാൻ വരികയാണ്. ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ ഹി ലൈക്ക് മണ്ടലയുടെ സ്പീച്ച് എന്തിനെ പറ്റിയാ പറയുന്നത്? ഇറ്റ് ഈസ് റിഗാർഡിംഗ് ദി ബർത്ത് ഓഫ് എ ന്യൂ ഡെമോക്രാറ്റിക് ഗവൺമെന്റ്. ഓക്കെ, സോ ദിസ് ceremony is for the birth of a new democratic government that laid its foundation. Okay, അതിന്റെ ഫൗണ്ടേഷൻ അവർക്ക് എവിടെന്നാ കിട്ടിയേ? ഒരുപാട് നാളുകൾ നീണ്ടു നിൽക്കുന്നുണ്ടായിരുന്ന വളരെ ബ്രൂട്ടൽ ആയിട്ടുള്ള ഒരു സിസ്റ്റം ആയിരുന്നു അപ്പാർത്തൈഡ് അല്ലെങ്കിൽ റേഷ്യൽ സെഗ്രിഗേഷൻ എന്ന് പറയുന്നത്. സോ അതിൽ നിന്ന് അവർക്ക് മനസ്സിലാക്കിയ എക്സ്പീരിയൻസസിൽ നിന്നാണ് അവർ ഈ ഒരു എന്ത് കൊണ്ടുവന്നത്? ഫ്രീഡം കൊണ്ടുവന്നത് അല്ലെ? സോ അതിന്റെ ആ ഒരു സെറമണിയും കൂടിയാണ് നമുക്ക് അതിന്റെ ഒരു വിക്ടറി എന്നുള്ളൊരു കാര്യം കൂടെ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. സോ ആൻഡ് ബീങ് എ ഹോസ്റ്റ്, ഓക്കെ, അല്ലെങ്കിൽ ലൈക്ക് ഒരുപാട് യൂറോപ്യൻ കൺട്രീസ് ആണെങ്കിലും അവർ ഇവിടെ വന്നിട്ട് ഇവരെ എക്സ്പ്ലോയിറ്റ് ചെയ്യുകയും ഇവരെ ബ്രൂട്ടലി സപ്രസ് ചെയ്യുന്നുള്ള ഒരു ഇൻസിഡന്റ് ഒക്കെയാണ് ഇവരുടെ ഓവർ ദ ഹിസ്റ്ററി ഇവർക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതിൽ നിന്ന് ഇൻ കോൺട്രാസ്റ്റ് ദാറ്റ് they are hosting a global ceremony on their own soil. Okay, so അവർ അതിനു വേണ്ടിയാണ് താങ്ക് ചെയ്യുന്നത്. നമ്മൾ നെൽസൺ മണ്ടേല ഇവിടെ പറയുന്നതാണ് നമുക്ക് കാണാം. He thanked them. Who? He thanked the international leaders who have attended the ceremony for attending the birth of. Okay, they are celebrating their birth of the victory. Right? They are celebrating their birth of the victory for justice, peace and human dignity. Right? ഓക്കെ, ക്ലിയർ ആണോ? അനഘ ക്ലിയർ ആണോ? അനഘ ക്ലിയർ ആണോ? തംസപ്പെട്ടെ. അശ്ലൻ, ഗൗതം ക്ലിയർ അല്ലേ? യെസ് 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 ഓക്കെ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ പറയാം കേട്ടോ. ഓക്കെ, ക്ലിയർ, താങ്ക് യു. ആൻഡ് യെസ്, നെക്സ്റ്റ് എന്താ പറയുന്നേ? നെക്സ്റ്റ് പറയുന്ന നോക്കാം അല്ലേ. സോ ഹീസ് ഗോയിങ് ഓൺ ടെലിംഗ് ലൈക്ക് ദിസ് ആൻഡ് they achieved their political emancipation. What is it? The term political emancipation. Emancipation, what do you think about the term? The emancipation. Text le kodutille. Text le koduttunde. Alle, text le koduttunde. Freedom from discrimination alle. സ്വാതന്ത്ര്യം എന്നുള്ളൊരു അല്ലെങ്കിൽ ലൈക്ക് യെസ്, ഫ്രീഡം ഫ്രം റെസ്ട്രിക്ഷൻ അല്ലെങ്കിൽ ലൈക്ക് എന്തെന്ന് പറയാം. യെസ്, ദാറ്റ്സ് ഇറ്റ്. റെസ്ട്രിക്ഷൻ അല്ല, ഫ്രീഡം ഫ്രം റെസ്ട്രിക്ഷൻ ആണ് ഇമാൻസിപ്പേഷൻ. സ്വാതന്ത്ര്യം എന്ന അതൊരു സിനോണിം കൂടിയാണ് ഇമാൻസിപ്പേഷൻ എന്ന് പറയുന്നത്. സോ ദേ അച്ചീവ് their political emancipation. എന്തുകൊണ്ടാണ് പൊളിറ്റിക്കൽ ഇമാൻസിപ്പേഷൻ ആയേ? എന്തുകൊണ്ടാണ് പൊളിറ്റിക്കൽ ഇമാൻസിപ്പേഷൻ എന്ന് പറയുന്നത്? അതുവരെ 1994 വരെ അവരുടെ ആ ഒരു കൺട്രി ഭരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ആരായിരുന്നു? ഒരു മൈനോറിറ്റി ആയിരുന്നു അല്ലേ, വൈറ്റ് മൈനോറിറ്റി ആയിരുന്നു അല്ലെ. ഓൾ വൈറ്റ് ഗവൺമെന്റ് ആണെങ്കിൽ പോലും ഇറ്റ് വാസ് എ മൈനോറിറ്റി ഇൻ സൗത്ത് ആഫ്രിക്ക, റൈറ്റ്? ആൻഡ് ദേ were ruling over the non-white majority അല്ലെ. നോൺ വൈറ്റ് ആയിട്ടുള്ള ബ്ലാക്ക് പീപ്പിൾ അവരുടെ ആ ഒരു മെജോറിറ്റിയെ വൈറ്റ് പീപ്പിൾ ആയിട്ടുള്ള ആ ഒരു മൈനോറിറ്റി, വളരെ കുറവ് നമ്പർ ഓഫ് ആൾക്കാരുള്ള അവർ ഭരിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. സോ ഇറ്റ് വാസ് പൊളിറ്റിക്കലി ഇൻകറക്റ്റ്, റൈറ്റ്? സോ ദിസ് പൊളിറ്റിക്കൽ ഇമാൻസിപ്പേഷൻ, they got freedom or like they got right
for the like they got freedom to rule their country. ആ ഒരു black people തന്നെ അവർക്ക് ആ ഒരു political freedom കിട്ടുകയാണ്, right? So they got to rule their own country എന്നുള്ളൊരു yes, Binta, that is on your textbook itself, right? The freedom from restriction, okay? And to deprive themselves, അവരെ like അവരിൽ നിന്ന് അവരെ എന്ത് ചെയ്യാം, പുറത്തു കൊണ്ടുവരിക എന്നുള്ളൊരു മീനിങ് ഡിപ്രൈവ് അല്ലേ? okay, yes, themselves from the continuing bondage of poverty, deprivation, suffering, gender and other discrimination. ഇതാണ് നമ്മുടെ നെൽസൺ മണ്ടേലയുടെ എയിം ആയിട്ട് നിങ്ങൾ എഴുതി വെക്കേണ്ടത്. ഓക്കെ, നെൽസൺ മണ്ടേലയുടെ എയിം ആയിട്ട് അദ്ദേഹത്തിന്റെ ആ ഒരു ലൈക്ക് മോട്ടീവ്, ഈ ഒരു ഡെമോക്രാറ്റിക് ഗവൺമെന്റിന്റെ മോട്ടീവ് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് എഴുതി വെക്കണം. യെസ്, to deprive themselves from the continuing bondage. അവർ ആ ഒരു റെസ്ട്രിക്ഷൻസ് ഇപ്പോഴും ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തിലൊക്കെയാണ് ആ റെസ്ട്രിക്ഷൻസ് ഉള്ളത്, എന്തിലൊക്കെയാണ് അവർ ആ എക്സ്പ്ലോയിറ്റേഷൻ ഫേസ് ചെയ്യുന്നത്? ഫ്രം പോവർട്ടി അല്ലെ, ദാരിദ്ര്യമുണ്ട് ഇപ്പോഴും. ആ ഒരു ഫാമിൻ സൗത്ത് ആഫ്രിക്കയിലുണ്ട്. കാരണം ഇന്ത്യയിൽ ഇൻഡിപെൻഡൻസ് കഴിഞ്ഞ് പോകുന്ന സമയത്ത് 1947 ഇന്ത്യ വാസ് ദ കൺട്രി ദാറ്റ് ഫേസ് അറ്റ്മോസ്റ്റ് പോവർട്ടി. ഓക്കെ, ഇപ്പൊ ഒരു 1990s വരെയാണെങ്കിലും 1980s 1850s നമ്മുടെ ഈ നെഹ്റുവിന്റെ ഗവൺമെന്റ് ഒക്കെ വരുന്ന സമയത്ത് അവരുടെ മേജർ എയിം എന്ന് പറയുന്നത് ടു ഗെറ്റ് റിഡ് ഓഫ് പോവർട്ടി ആയിരുന്നു. കോളനൈസേഷൻ കഴിഞ്ഞ് പോകുന്ന ഏതൊരു കൺട്രിയും, ഏതൊരു കോളനി ആയിട്ടുള്ള ഏതൊരു കൺട്രിയും the major crisis they had to face was poverty or famine. Okay, so likewise in South Africa too, they had to face several crises which included poverty, deprivation, suffering, gender and other discrimination. Okay, so ഇതിൽ നിന്നെല്ലാം ബ്രേക്കേജ് കൊണ്ടുവരിക എന്നുള്ള എയിം ആണ് നമ്മുടെ ആർക്കുണ്ടായിരുന്നത്, നെൽസൺ മണ്ടേലയുടെ ഗവൺമെന്റിന് ഉണ്ടായിരുന്നത്. ഓക്കെ, ആൻഡ് not to experience oppression of one of another anymore. ഒരാൾ മറ്റൊരാളെ ഒപ്രസ് ചെയ്യുക അല്ലെങ്കിൽ സപ്രസ് ചെയ്യുക എന്നുള്ളൊരു കോൺസെപ്റ്റ് ഇനി ഒരിക്കലും സൗത്ത് ആഫ്രിക്കയിൽ കൊണ്ടുവരില്ല എന്നുള്ളൊരു നോഷൻ ആണ് നമ്മുടെ സൗത്ത് ആഫ്രിക്കൻ ഗവൺമെന്റ് ആയ ഡെമോക്രാറ്റിക് ഗവൺമെന്റ് ആയ നെൽസൺ മണ്ടേലയുടെ ഗവൺമെന്റിന് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സോ അവരുടെ മേജർ എയിംസ് ആണ് ഈ ഒരു പോയിന്റിൽ പറയുന്നത്, എയിംസ് ഓഫ് ദി നോൺ ഡെമോക്രാറ്റിക് ഗവൺമെന്റ് ഓഫ് നെൽസൺ മണ്ടേല. ഓക്കെ, യെസ്, സോ ഇതൊക്കെ നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക, ഇമ്പോർട്ടന്റ് ആണ്. ഇത് ചോദിക്കാം എക്സാമിന് 2 മാർക്സ് ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റൻ ആണ്. അതായത് നെൽസൺ മണ്ടേലയുടെ ഗവൺമെന്റിന്റെ എയിംസ്, മോട്ടീവ്സ് എന്തൊക്കെയായിരുന്നു? ഓക്കെ, അത് മാർക്ക് ചെയ്ത് വെക്കുക കേട്ടോ. യെസ്, ആൻഡ് ഇത് പഠിച്ചും കൂടെ വെക്കുക. എന്തൊക്കെയായിരുന്നു? ഒന്നാമത് ഇവര് അച്ചീവ് ചെയ്തിട്ടുണ്ട് പൊളിറ്റിക്കൽ ഇമാൻസിപ്പേഷൻ, പൊളിറ്റിക്കൽ ഫ്രീഡം ഇവർ അച്ചീവ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ദേ ഹാവ് ടു deprive themselves from the continuing bondage of poverty, deprivation, suffering, gender and other discrimination. ഒരുപാട് ഡിസ്ക്രിമിനേഷൻ അവർ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിൽ നിന്നെല്ലാം തന്നെ ഇവരെ എന്ത് ചെയ്യണം, പുറത്തു കൊണ്ടുവരണം എന്നുള്ളൊരു മോട്ടീവാണ് ഇവർക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് നോട്ട് ടു എക്സ്പീരിയൻസ് ഓപ്പറേഷൻ എനിമോർ. ഓക്കെ, നോട്ട് ടു എക്സ്പീരിയൻസ് ഓപ്പറേഷൻ. ഓപ്പറേഷൻ വെച്ചാൽ എന്താ? അടിച്ചമർത്തുക, സപ്രഷൻ തന്നെ. ഓക്കെ, സോ ആ ഒരു കോൺസെപ്റ്റ് ഇനി ഒരിക്കലും തന്നെ എക്സ്പീരിയൻസ് ചെയ്യില്ല എന്നുള്ളൊരു മോട്ടീവ് കൂടെയാണ് ആരെടുക്കുന്നത്, നമ്മുടെ നെൽസൺ മണ്ടേല എടുക്കുന്നത്. ആൻഡ് ടു ലെറ്റ് ഫ്രീഡം റെയിൻ. ഓക്കെ, ആൻഡ് നിങ്ങൾ അതിന് ഈ ലെറ്റ് ഫ്രീഡം റെയിൻ ഉള്ളതിന് മുമ്പുള്ള ഒരു സെന്റൻസ് കൂടെ മാർക്ക് ചെയ്ത് വെക്കുക. ദാറ്റ് ഇസ് ദ സൺ ഷാൽ നെവർ സെറ്റ് ഓൺ സോ ഗ്ലോറിയസ് എ ഹ്യൂമൻ അച്ചീവ്മെന്റ്. ഓക്കെ, അതുകൂടെ മാർക്ക് ചെയ്ത് വെക്കുക. ഓക്കെ, അതുകൂടെ പറയുകയാണ്, ദ സൺ ഷാൽ നെവർ സെറ്റ് ഓൺ എന്ന് വെച്ചാൽ എന്താ മീനിങ് എന്താ? The sun shall never set on so glorious a human achievement. So അതുകൂടെ മാർക്ക് ചെയ്ത് വെക്കുക, പഠിക്കുക, ഇമ്പോർട്ടന്റ് ആണ്. ആൻഡ് ലെറ്റ് ഫ്രീഡം റെയിൻ, എന്താ, സ്വാതന്ത്ര്യം ഭരിക്കട്ടെ അല്ലെ, സ്വാതന്ത്ര്യം വാഴട്ടെ. ഓക്കെ, സോ ഇതുകൂടെ എഴുതി വെക്കുക. ഇതൊക്കെയാണ് നമ്മളുടെ നെൽസൺ മണ്ടേലയുടെ സ്പീച്ചിൽ അദ്ദേഹം മെയിൻ ആയിട്ട് ഹൈലൈറ്റ് ചെയ്യുന്ന പോയിന്റ്സ്. ഓക്കെ, യെസ് Gautam, would you please comment your doubt in the comment box? We don't have much time. Okay, yes, okay, മനസ്സിലായി? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ മക്കൾക്ക്? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇതിനോ ഇതിന് മുമ്പത്തെയോ പാസേജിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? Any doubts? Anyone? Yes, to rule. Yes. If you have any doubts, you can either comment in the chat box or just raise your hand. Okay, any doubt? ഒരു ഡൗട്ടും ഇല്ല, എല്ലാവരും ചിരിച്ചിരുന്നേ വേഗം. എല്ലാവരും ചിരിച്ചിരിക്കാം. ഓക്കെ, ഒന്ന് ഉഷാറായിരുന്നേ. ഓക്കെ, നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫ്രീഡത്തെ പറ്റിയിട്ടാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ. സൗത്ത് ആഫ്രിക്കൻ ഡെമോക്രാറ്റിക് ഗവൺമെന്റ്, വാവ്. നെൽസൺ മണ്ടേല, വാവ്. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കാം കേട്ടോ എല്ലാവരും. യെസ്, ആൻഡ് യെസ്, ഓക്കെ.
യെസ്, ഇതിന് ശേഷം അതായത് നമ്മുടെ നെൽസൺ മണ്ടേലയുടെ സ്പീച്ച് കഴിഞ്ഞതിന് ശേഷം ഓക്കെ. യെസ്, ഹന, would you please comment what you having on your mind? Okay, because I saw you raising your hand over there. Yes, okay. അതായത് ഇതിന് ശേഷം യെസ്, if you have any doubts, Steffi ma'am is here to clear your doubts, so please comment. ഓക്കെ, സോ അതിനുശേഷം നെൽസൺ മണ്ടേലയുടെ സ്പീച്ച് കഴിഞ്ഞതിന് ശേഷം അവിടെ നമുക്ക് കാണാല്ലേ, ഇന്ത്യൻ ഇൻഡിപെൻഡൻസിന്റെ സമയത്താണെങ്കിലും ഇപ്പം റിപ്പബ്ലിക് ഡേക്ക് ആണെങ്കിലും ഒരുപാട് പരേഡുകൾ പോകുന്ന കാണുന്നില്ലേ, നിങ്ങൾ കണ്ടിട്ടില്ലാവില്ലേ? സോ അതേപോലെ ഒരുപാട് അവിടെ ആ ഒരു സെറമണി, ആ ഒരു ഫസ്റ്റ് ഡെമോക്രാറ്റിക് ഗവൺമെന്റ് സെറമണി ആണല്ലേ. സോ അതുകൊണ്ട് തന്നെ ഇവിടെ ഇവിടെ ആ ഒരു സൗത്ത് ആഫ്രിക്കൻ ജെറ്റ്സും ഹെലികോപ്റ്റേഴ്സും ട്രൂപ്പ് കാരിയേഴ്സും ഒക്കെ ആ ഒരു വാറിന്റെ സമയത്ത് ആ ഒരു വലിയൊരു വെഹിക്കിൾസ് ഒക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ ഇവിടെ പരേഡ് പോലെ ആരുടെ മുമ്പിൽ പോകുന്നുണ്ടായിരുന്നു, നെൽസൺ മണ്ടേല ഗവൺമെന്റിന്റെ ഇനാഗുറൽ സെറമണി ആ സ്റ്റേജിന് മുന്നിലൂടെ പോകുന്നുണ്ടായിരുന്നു. ആൻഡ് ദേ റോഡ് ഇൻ പെർഫെക്റ്റ് ഫോർമേഷൻ ഓവർ ദ യൂണിയൻ ബിൽഡിംഗ്സ്. ഓക്കെ, ആ യൂണിയൻ ബിൽഡിംഗ്സ്, പ്രട്ടോറിയയിലെ യൂണിയൻ ബിൽഡിംഗ്സിന്റെ മുകളിലൂടെ ഈ ഹെലികോപ്റ്റർ ആണെങ്കിലും സൗത്ത് ആഫ്രിക്കൻ ജെറ്റ്സ് ഒക്കെ ആണെങ്കിലും അവർ ഒരുപാട് ആ ഒരു സല്യൂട്ടേഷൻ ഇവർക്ക് കൊടുത്തിട്ട് പറക്കുന്നുണ്ടായിരുന്നു. ആൻഡ് ഇറ്റ് വാസ് ദ ഡെമോൺസ്ട്രേഷൻ ഓഫ് മിലിറ്ററീസ് റോയാലിറ്റി ടു ദ ഡെമോക്രസി. Okay, and this act showed the military's loyalty. Loyalty എന്ന് വെച്ചാൽ എന്താ? കൂറല്ലേ, ലോയാലിറ്റി കാണിക്കുകയാണ്, നമ്മളുടെ മിലിറ്ററി കൂടെ കാണിക്കുകയാണ്, ഡെമോക്രസി ആ ഒരു ഡെമോക്രാറ്റിക് ഗവൺമെന്റിന്റെ കൂറ് കാണിക്കുകയാണ് ഇവർ ഈ ആക്ടിലൂടെ മിലിറ്ററി കൂടെ ചെയ്തത്. ഓക്കെ, ക്ലിയർ. ആൻഡ് ഷെവ്രോൺ ഓഫ് ഇംപാല ജെറ്റ്സ്. ഷെവ്രോൺ എന്ന് വെച്ചാൽ എന്താ? അവിടെ കാണുന്നുണ്ടോ ഷെവ്രോൺ? യെസ്, അതായത് ഷെവ്രോൺ ഓഫ് ഇംപാല ജെറ്റ് ഉണ്ട്. ഓക്കെ, ഇംപാല ജെറ്റ് എന്ന് പറയുന്നത് ലൈക്ക് വാറിനൊക്കെ പോകുന്ന സമയത്ത് ഒരു കൈൻഡ് ഓഫ് സ്ട്രക്ചർ ഉള്ള ഒരു ജെറ്റ് ആണ്. ഓക്കെ, സോ അതിന്റെ ഒരു വി ഷേപ്പില് സൗത്ത് ആഫ്രിക്കൻ ഫ്ലാഗ് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. സൗത്ത് ആഫ്രിക്കൻ നമ്മൾ ഒരു ആനിമേഷൻ കാണിക്കുന്നുണ്ട്, സൗത്ത് ആഫ്രിക്കൻ ഫ്ലാഗ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും. സോ സൗത്ത് ആഫ്രിക്കൻ ഫ്ലാഗിൽ കുറച്ച് ഗ്രൂപ്പ് ഓഫ് കളേഴ്സ് ഉണ്ട്. ആ എല്ലാ കളേഴ്സും തന്നെ ഈ ഒരു ഇംപാല ജെറ്റ്സ്, ഓക്കെ, ഇംപാല ജെറ്റ്സ് അവർ ആ ഒരു വി ഷേപ്പില് ലീവിംഗ് സ്മോക്ക് ബിഹൈൻഡ്. ഓക്കെ, നിങ്ങൾക്ക് ഇന്ത്യയുടെ ഇൻഡിപെൻഡൻസ് സമയത്ത് കണ്ടിട്ടുണ്ടാവില്ലേ ജെറ്റ്സ് നമ്മുടെ ഫ്ലാഗിന്റെ കളർ ബാക്കിലൂടെ പരത്തിക്കൊണ്ട് പോകുന്നത് കണ്ടിട്ടുണ്ടാവില്ലേ? സോ അതേപോലത്തെ ഇൻസിഡന്റ് ആണ് നമ്മൾ സൗത്ത് ആഫ്രിക്കയിൽ 1994 May 10th നടന്നത്. ഓക്കെ, യെസ്, ക്ലിയർ? എനി ഡൗട്ട്? നോ ഐ ഗസ്. ഓക്കെ സർ, നമുക്ക് ഒരു ചെറിയൊരു ആനിമേഷൻ ഒന്ന് പ്ലേ കൊടുത്താലോ? സോ നിങ്ങൾ ഇത്ര നേരം കണ്ടത് ഇന്ത്യൻ ആർമി, യെസ് ഗൗതം. ഓക്കെ, നമുക്ക് ഇത്രയും നേരം നമ്മൾ കണ്ടതിന്റെ ചെറിയൊരു ആനിമേഷൻ, ഒരു പിക്ചറൈസേഷൻ കൂടെ നമുക്ക് കാണാം. അങ്ങനെ കാണുമ്പോൾ കുറച്ചും കൂടെ ക്ലിയർ ആയിരിക്കും. ഓക്കെ, യെസ്, റെഡി ഫോർ ദാറ്റ്? യെസ്. ഓക്കെ, നിങ്ങൾക്ക് കാണാലോ അല്ലെ, നമ്മുടെ ആ ഒരു ഇനാഗുറൽ സെറമണിക്ക് വേണ്ടിയിട്ട് ഒരുപാട് കൺട്രീസ് നിന്നൊക്കെ ഇന്റർനാഷണൽ ലീഡേഴ്സ് ഒക്കെ എല്ലാവരും വന്നിട്ടുണ്ട്. ഓക്കെ, അറബ്സ് ഒക്കെ കാണാം, ഇവിടെ ഇന്ത്യയിൽ നിന്ന് സിഖ് ഒക്കെ ഒരാളൊക്കെ ഉണ്ട് അല്ലെ, സിഖ് ഒരു പഞ്ചാബി ലുക്കിലൊക്കെ ഒരാളൊക്കെ ഉണ്ട്. ഓക്കെ, അത് കാണിക്കുന്നത് എന്താ? ഇന്റർനാഷണൽ ലീഡേഴ്സിനെയാണ് കാണിക്കുന്നത്. ഓക്കെ, ഇന്റർനാഷണൽ ലീഡേഴ്സ് ഒക്കെ ഒരുപാട് പേര് വന്നിട്ടുണ്ട്. യെസ്, അവരൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുള്ള ഒരു സെറമണി ആണെന്നാണ് May 10th 1994 കാണിക്കുന്നത്. ഓക്കെ, യെസ് സർ, യു ഡോണ്ട് നീഡ് ടു പോസ്റ്റ് ദേർ. ഓക്കെ, യെസ്. ഓക്കെ, സോ ഇവര് വന്നിട്ടുള്ള ആ ഒരു സെറമണിക്ക് വേണ്ടി നമ്മുടെ നെൽസൺ മണ്ടേല സ്റ്റേജിൽ ആരൊക്കെ ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്. നമ്മുടെ ആ ഒരു ചൈൽഡിനെ കാണിക്കുന്നത് എന്തുകൊണ്ടാ? അദ്ദേഹത്തിന്റെ മോൾ ഉണ്ടായിരുന്നല്ലേ, ആ ഒരു മോളും കൂടി ഉണ്ടായിരുന്നുള്ള ഒരു കാര്യം നിങ്ങൾ ആരും വിട്ടുപോകരുത്, അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. യെസ്, സോ ആ ഒരു ഇൻസിഡന്റ് കൂടെയാണ് പറയുന്നത്. സോ സ്റ്റേജിൽ അദ്ദേഹവും അദ്ദേഹത്തിന്റെ കൂടെ ഡി ക്ലർക്ക് കൂടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു, ആ ഒരു കാര്യം കൂടെയാണ് പറയുന്നത്. ആൻഡ് യെസ്, ആൻഡ് ആഫ്റ്റർവേർഡ്സ് നമ്മൾ എന്താ പഠിച്ചത്? നമ്മൾ നെൽസൺ മണ്ടേലയുടെ സ്പീച്ചിനാണ് പഠിച്ചത് അല്ലെ, നെൽസൺ മണ്ടേലയുടെ സ്പീച്ചിനെ പറ്റിയിട്ടാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. യെസ്, സ്പീച്ചിൽ അദ്ദേഹം നമ്മുടെ ഇന്റർനാഷണൽ ലീഡേഴ്സിനെ എല്ലാവരും തന്നെ താങ്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ആഫ്റ്റർവേർഡ്സ്, ഓക്കെ, ആഫ്റ്റർവേർഡ്സ്, യെസ് സർ, ആഫ്റ്റർവേർഡ്സ് ഈ ലൈക് മിലിറ്ററി അവരുടെ എന്ത് കാണിക്കാൻ വേണ്ടിയിട്ട്? അവരുടെ ലോയാലിറ്റി കാണിക്കാൻ വേണ്ടിയിട്ട് അവരുടെ മിലിറ്ററി ട്രൂപ്സും ഹെലികോപ്റ്റേഴ്സും ജെറ്റ്സും, ഇംപാല ജെറ്റ്സ് അല്ലെ, ഹെലികോപ്റ്റേഴ്സും ഇംപാല ജെറ്റ്സും എല്ലാവരും തന്നെ അവരുടെ ലോയാലിറ്റി കാണിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കാണാം അല്ലെ, ഇംപാല ജെറ്റ്സ് ഒന്ന് സപ്പോസ് ചെയ്യാമോ? യെസ്, എന്തൊക്കെ കളർ ഉണ്ട്? യെല്ലോ, റെഡ്, ബ്ലൂ, ഗ്രീൻ, ബ്ലാക്ക് ആൻഡ് ഗോൾഡ്. ഇത്രയും കളറാണ് നമ്മുടെ ആഫ്രിക്കൻ ഫ്ലാഗിൽ ഉണ്ടായിരുന്നത്. ഓക്കെ, സോ അവരുടെ ആ ഒരു ലോയാലിറ്റി കാണിക്കാൻ വേണ്ടിയിട്ട് ആഫ്രിക്കൻ ഫ്ലാഗിന്റെ, ഓക്കെ, ആഫ്രിക്കൻ ഫ്ലാഗിന്റെ കളേഴ്സിലുള്ള എല്ലാ കളേഴ്സിലും സ്മോക്ക് ട്രെയിൽസ് വിട്ടുകൊണ്ട് പോകുന്നുണ്ടായിരുന്നു. ഓക്കെ, സോ യെസ് സർ. ഓക്കെ, ഇവിടെയുള്ള എല്ലാ സോൾജേഴ്സും തന്നെ അവരുടെ ഹൈ റാങ്കിലുള്ള ഒഫീഷ്യൽസ് എല്ലാവരും തന്നെ അവരുടെ ഗവൺമെന്റിന് വേണ്ടിയിട്ട് ലോയാലിറ്റി കാണിച്ച് സല്യൂട്ട് ചെയ്തിട്ട്, യെസ്, ഫൈറ്റർ ജെറ്റ്സ്, യെസ്, സല്യൂട്ട് ചെയ്തിട്ട് നമ്മുടെ നെൽസൺ മണ്ടേലയുടെ ഡെമോക്രാറ്റിക് ഗവൺമെന്റിന് ലോയാലിറ്റി കാണിക്കുന്നുണ്ട്. സോ ദിസ് ഇസ് ദി ഐ തിങ്ക് യു ഹാവ് സീൻ ഇറ്റ് ബിഫോർ അല്ലെ? യെസ്, ഇതാണ് നമ്മുടെ ആഫ്രിക്കൻ ഫ്ലാഗ് എന്ന് പറയുന്നത്. ഓക്കെ, യെസ്, a big salute to the first democratic government of South Africa. Yes, clear? Yes, clear?
ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇതുവരെ എടുത്തതിൽ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ലാസ്റ്റ് സ്ലൈഡ് ഒന്നുകൂടെ കാണിക്കണോ? This one, right? Okay. So നമുക്ക് ആരോടെങ്കിലും ഒന്ന് ചോദിച്ചാലോ? കുറച്ച് പോയിന്റ്സ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ആരോട് ചോദിക്കണ്ടേ? ദേവനന്ദ, can you unmute? യെസ് ദേവനന്ദ, ഒന്ന് പറഞ്ഞേ. കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. സോ അതൊക്കെ എന്താണ് ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യാവോ? വേഗം വേഗം ലിസ്റ്റ് ഔട്ട് ചെയ്യാവോ? നമുക്ക് തിരിച്ചു വരാം അല്ലേ? യെസ്. Okay. So in 8/10/1994, the Democratic wins African got democracy, and then celebrating three inauguration. That was held in the stone in the amphitheater of Pretoria. Yes, Pretoria. And so many international leaders attended this ceremony in the African soil for the first time. It was an first democratic inauguration, a type of after all this non-traditional government, all those were voted. So, also the inauguration was attended by his daughter and Mr. D. Clerk Yes. was said to be the second deputy president, and then I don't get the pronunciation of the person's name. Thabo Mbeki. He was sworn to be the first deputy president. Yes, that's it. And, Yes, yes, you can stop there. Yes, thank you, Devanta. Ma'am, would you please pick someone else? So that we can ask questions. Yes, to the last slide, ma'am. To the last slide. Yes. Yes. ശ്രദ്ധിച്ച് വളരെ കീൻ ആയിട്ട് ഒബ്സർവ് ചെയ്തിരിക്കുന്നുണ്ടായിരുന്നു. ആരെവിടെയില്ല മാമിനെ വിളിക്കാം. അന്ന സാം, can you unmute? അന്ന, അന്ന അവിടെ ഉണ്ടോ? അന്ന, അന്ന. Yes, I can't see your face though. Camera on off ചെയ്ത് വെക്കരുത് കേട്ടോ. Yes, അന്ന. Okay. ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവോ? അതിനുശേഷം എന്തൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തേ? എന്നാ വീഡിയോ ചെയ്തേ? അന്ന എന്റെ ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല അന്ന. അൺമ്യൂട്ട് ചെയ്യാമോ? മ്യൂട്ട് ചെയ്താൽ ഞങ്ങൾ അൺമ്യൂട്ട് ചെയ്യാൻ പറയൂ കേട്ടോ. എന്തോ എന്തോ അന്നക്ക് എന്താ പറ്റിയേ? ആൻസർ എന്താ പറയാത്തെ? അല്ല വീഡിയോ ചെയ്തേ? അന്ന പിടിക്കപ്പെടാൻ തയ്യാറായിക്കോളൂ. ഇവിടെ ഒരുപാട് പേര് ഒബ്സർവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്ക് വേറെ ആരെങ്കിലും ചോദിക്കാം അല്ലേ? ഓക്കെ, യെസ്. വേറെ ആരോട് ചോദിക്കണ്ടേ മാം? അലി ശബരി. അലി മോനെ, അലി. അലി, can you unmute please? അലി മോനെ. I think Ali is not there, man. യെസ്. Another one. ഓക്കെ, നമുക്ക് മുസ്തഫയെ വിളിക്കാം. മുസ്തഫ കമന്റ് ചെയ്തിട്ടുള്ളതുകൊണ്ട് മുസ്തഫയെ വിളിക്കാം. Okay. യെസ്. Yes, unmute. Mustafa, can you unmute please? മുസ്തഫ. യെസ്, ഒന്ന് പറഞ്ഞേ മുസ്തഫ. യെസ്, പറഞ്ഞോളൂ. Yes, ma'am. ഞാൻ പിന്നെ ക്ലാസ്സിൽ കയറിയിട്ടുണ്ട്. എന്തോ? ക്ലാസ്സിൽ കയറിയിട്ടുണ്ട്. വാവ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, യെസ് യെസ്. ഓക്കെ, So, ma'am. യെസ്. ഓക്കെ, എന്താണ് മാം? ഓക്കെ, ഒന്ന് കമന്റ് ചെയ്യാവോ കേട്ടോ. ഡൗട്ട് ഒന്ന് ഒന്ന് കമന്റ് ചെയ്തിട്ടോളോ. സ്റ്റെഫി മാം വിൽ റെസ്പോണ്ട്. ഓക്കെ, യെസ്. നമുക്ക് ആരോട് ചോദിക്കാം? Adam Prince Koshi. യെസ്, ആദം. ആദം വേഗം പറഞ്ഞേ ബാക്കിയുള്ളതും കൂടെ. 1 second, ആദം. യെസ്, Adam, unmute please. പറഞ്ഞോളൂ. Yes, ma'am. What did we discuss? Yes. Are you Adam? Adam പറഞ്ഞോളൂ. Adam. Yes.
I think the network is Yeah. not stable. Can you hear me? Just answer the Yes, question. ma'am, I can hear you. Yeah. Can you please answer the question? Could you repeat the question again? ഇതിന് ശേഷം നമ്മൾ എന്താ ഡിസ്കസ് ചെയ്തേ? അതായത് ഈ സ്ലൈഡിൽ എന്താ കാണുന്നത്, അതെന്താ ഡിസ്കസ് ചെയ്തേ? ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാമോ? Okay, ma'am. Yes. On the day of the inauguration of the new South African government, Yes. Mandela gave a speech Yes. about the things that he's going to do in the new South African government. And Yeah. mainly the victory that has taken place, mainly the victory that has taken place, namely the victory for peace and for peace and removing the Yes, Adam. I think you are trying, but we are still not clear. Okay. So I guess it is due to network issue. Okay. Yes. Thank you. Yes, ma'am. Ma'am, we can ask to Parvati. Yes, Parvati. ഒന്ന് വേഗം പറഞ്ഞേ. Parvati പോയി. Parvati പോയി. Okay. ഇന്ന് ആരെങ്കിലും വിളിച്ചേ വേഗം. Tirtha, can you unmute? തീർത്ത ഒന്ന് വേഗം പറഞ്ഞു തന്നിട്ട് ഈ 2 പോയിന്റേ ഉള്ളൂ. 2 പോയിന്റ് വേഗം പറഞ്ഞേ. Tirtha Anish, can you hear me? Please Tirtha unmute Anish. your mic. തീർത്ത അനീഷ്. So she is not responding. We can go for Jasmine. Jasmine. ജസ്വി. ഓക്കെ, ഇന്ന് വേഗം പറഞ്ഞു 2 പോയിന്റ് എന്താണെന്ന് വേഗം പറഞ്ഞേ. ജസ്റ്റിന്റെ ഉണ്ണി അവിടെ ഡാൻസ് കളിക്കുന്നുണ്ട്. I can see that. Jasmine, can you unmute please? Just click on the mic button. Yes, ഒന്ന് വേഗം പറഞ്ഞേ ജസ്വിൻ. ആൻസർ പറഞ്ഞേ. കം ടു ജസ്റ്റിൻ അൺമ്യൂട്ട് ചെയ്തേ. ജസ്റ്റിൻ ഒന്ന് അൺമ്യൂട്ട് ചെയ്യൂ. Jasmine Joseph. Yes. ഈ 2 പോയിന്റ് ഒന്ന് വേഗം എക്സ്പ്ലെയിൻ ചെയ്തേ. ജസ്വിനെ ആൻസർ ചെയ്യാമോ പെട്ടെന്ന്? ജസ്വിൻ സമയം പോയിക്കൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് ആൻസർ ചെയ്തേ. മ്യൂട്ട് ചെയ്തിട്ട് കാര്യമില്ല കേട്ടോ. ആൻസർ പറയാതെ അൺമ്യൂട്ട് ചെയ്യില്ല. അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറയാ. ആൻസർ അറിയാമോ? Can you just respond please? Jasmine? മാം. യെസ്, ജസ്റ്റിൻ ഒന്ന് പറയൂ. വായി തുറന്നിട്ട് ഒന്ന് പറയൂ. Okay ma'am, we can go for Yes, okay. Sagarika. Yes, okay, thank you Jasmine. So yes, sir, yes. Okay, answers അറിയാവുന്നവരൊന്ന് ഹാൻഡ് റൈസ് ചെയ്തേ വേഗം. Yeah. അതായിരിക്കും ബെറ്റർ എന്ന് തോന്നുന്നു. ഒന്ന് വേഗം ഹാൻഡ് റൈസ് ചെയ്തേ. Answers just raise your yes. Yes. Darshana. Okay, ദർശനെ വിളിക്കൂ. നമുക്ക് വിളിക്കാത്തൊരു കുറച്ച് പേര് വിളിക്കും. ദർശന ഒന്ന് വേഗം 2 പോയിന്റ് എക്സ്പ്ലെയിൻ ചെയ്തേ വേഗം. Yes, miss. Mandela speech on the birth of his new democratic government that talked about the exciting human, which was experience on the apartheid that was separated from whites and blacks. Being a host, he thanked all the people that come from various countries, attending with a peace of mind and. No, like he thanked all of them for attending the birth of the victory, right? For attending the victorial ceremony of yes. For their victory for justice, peace, and human dignity. Yes, dignity. Yes. Thank you, Darshana. Okay, then ഇത് ആരാ പറഞ്ഞത്? ഈ 3 പോയിന്റ് ആരാ പറഞ്ഞിരുന്നേ? ഇത് മെയിൻ ആയിട്ട് എന്താ ഉദ്ദേശിക്കുന്നേ? Yes. Okay. Yes, ma'am. Yes. Okay. Amir Rose, unmute. Yes, ma'am. Yes, ഒന്ന് വേഗം പറഞ്ഞേ. They achieved their political emancipation and they finally achieved freedom. Yes. That's it. That's it. Yes, ma'am. Yeah, but still
കുറച്ചുകൂടെ ആഡ് ഓൺ ചെയ്യാനുണ്ടല്ലോ. ഈ പോയിന്റ്സ് ഒക്കെ കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്, ഞാനിപ്പോ പറഞ്ഞിരുന്നല്ലോ. Yes. They suffered through a lot, and now they don't have to suffer all of that, and they don't have to suffer the discrimination among them and poverty, and yeah. Yeah. Okay. Yes. Fine. Yes. And finally, to let freedom reign, right? Yes. Yes. Okay. Yes. Thank you. And then, as for the last, yes, whom shall we call, ma'am? Amal. Yes, Sagarika, your chances are over, I guess. Amal. Sagarika, don't worry. We'll call you in the next class. Amal. On the name, Can you just raise your voice a bit, Amal? കുറച്ച് ലൗഡർ ആയിട്ട് സംസാരിക്കാവോ? ഇയർഫോൺ ആണോ? ഇയർഫോണിന്റെ കംപ്ലൈന്റ് ആണെങ്കിൽ ഒന്ന് റിമൂവ് ചെയ്യാം. അതൊന്ന് അഴിച്ച് ഓപ്പൺ ആയിട്ട് സംസാരിക്കാവോ? നെറ്റ് ഇഷ്യൂ അല്ല, പക്ഷെ താങ്കൾ പറയുന്നത് ക്ലിയർ അല്ല, അത്രേ ഉള്ളൂ. യെസ്. ഓക്കെ അമൽ. ഓക്കെ യെസ്. ഇവിടെ ഒന്നുമില്ല, ഇവർക്ക് നമ്മുടെ മിലിറ്ററിയുടെ ലൊയാലിറ്റി കാണിക്കാൻ വേണ്ടിയിട്ട് സൗത്ത് ആഫ്രിക്കൻ ജെറ്റ്സ്, ഹെലികോപ്റ്റേഴ്സ് ആൻഡ് ട്രൂപ്പ് കാരിയേഴ്സ് റോഡ് ഇൻ പെർഫെക്റ്റ് ഫോർമേഷൻ, അല്ലെ? നമ്മൾ ആ ആനിമേഷനിൽ കണ്ടതുപോലെ വി ഷേപ്പിൽ അവരുടെ ആ സ്മോക്ക് ട്രെയിൽസ് ഒക്കെ വിട്ടിട്ട് അവരുടെ ആ ഒരു ലൊയാലിറ്റി കാണിച്ചവര്, അത്രേ പറയുന്നുള്ളൂ. ആൻഡ് ഇറ്റ് ഷോസ് ദ ഡെമോൺസ്ട്രേഷൻ ഓഫ് ദ മിലിറ്ററീസ് ലൊയാലിറ്റി ടു ദ ഡെമോക്രാറ്റിക് ഗവൺമെന്റ് ആൻഡ് എ ഷെവറൺ ഓഫ് ഇംപാല ജെറ്റ്സ്. ഓക്കെ, അത്രയും കൂടെ ഉള്ളൂ. ക്ലിയർ? ഇത്രയും പോർഷൻ വരെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, ക്ലിയർ? ഇതിനുശേഷം നമുക്ക് എക്സാം ആയിരിക്കും. യെസ് യെസ്. ഓക്കെ, നമുക്ക് ഇതിനു ശേഷം എക്സാം ആയിരിക്കും. അതിനു മുമ്പ് ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാനുണ്ട്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം, നമ്മൾ കഴിഞ്ഞ ചാപ്റ്റർ 1 ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞത് കൊണ്ട് ആ ചാപ്റ്ററിൽ നിന്ന് എക്സാം വരാൻ പോവാണ് നെക്സ്റ്റ് ക്ലാസ്സിൽ. ഓക്കെ, ദാറ്റ് വിൽ ബി നെക്സ്റ്റ് വീക്ക്. ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് വറീഡ് ആവേണ്ട കാര്യമില്ല, MCQ എക്സാം ആയിരിക്കും. ഓക്കെ, വിൽ ഹാവ് ലൈക്ക് 10 to 15 questions. Okay, a minimum of 10 questions asked from the letter to God, dust of snow and fire and ice. Okay, not so simple questions മാത്രം ഞാൻ ചോദിക്കുന്നു വിചാരിക്കരുത്. കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞാലേ നമുക്കത് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. Letter to God, fire and ice, dust of snow. Okay, കേട്ടല്ലോ? എല്ലാവരും കേട്ടല്ലോ? അപ്പം നെക്സ്റ്റ് വീക്കിൽ എപ്പോഴാണോ ക്ലാസ് വരുന്നത്, ഓക്കെ, നെക്സ്റ്റ് വീക്കിൽ എപ്പോഴാണോ ക്ലാസ് വരുന്നത്, ബി റെഡി ഫോർ ദി എക്സാം. ഓക്കെ, നമ്മൾ ക്ലാസ് ടൈമിലായിരിക്കും എക്സാം നടത്തുന്നുണ്ടാവുക. സോ എല്ലാവരും അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ, യെസ്, ക്ലിയർ ആണെങ്കിൽ നന്നായി പഠിച്ചിട്ട് വരാം. ഓക്കെ, സോ എക്സാമിന് മുമ്പായിട്ട് നമുക്കൊന്ന് റിഫ്രഷ് ചെയ്യാൻ വേണ്ടി ചെറിയൊരു ഗെയിം കളിക്കാം, അല്ലെ? അത് ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം കുറേ ആയി, അല്ലെ? കുറേ ആയി നമ്മൾ അത്യാവശ്യം. ഓക്കെ, സോ നിങ്ങളുടെ ഗെയിം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ടാസ്ക് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണ്. ദാറ്റ് യു ഹാവ് ടു ഗസ് ദി ഓതർ. ഓക്കെ, യു ഹാവ് ടു ഗസ് ദി ഓതർ ഫ്രം ദ ഇമേജസ് ദാറ്റ് ഐ ഷോ. ഓക്കെ ഓക്കെ, സോ നമുക്ക് എക്സാമിന് ടൈം ഇപ്പൊ തന്നെ കിട്ടിയിട്ടുണ്ടെന്നാ പറയുന്നത്. എക്സാമിന് ടൈം ഇപ്പൊ തന്നെ ആയിരിക്കുകയാണ്. സോ എന്ത് ചെയ്യാം, എക്സാം ആദ്യം അറ്റൻഡ് ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരാം ഗെയിമിലോട്ട്. ഓക്കെ, സോ എല്ലാവരും പാരന്റ്സിനെ വിളിച്ചേ, വേഗം ഓടി പോയി പാരന്റ്സിനെ വിളിക്കുക, എന്നിട്ട് എക്സാം അറ്റൻഡ് ചെയ്യാൻ നോക്കാം കേട്ടോ. ഓക്കെ, പാരന്റ്സ്